Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായില്ലേ? ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു? 13 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് അതൊന്ന് വായിച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒരാൾ വായിച്ച് അതിന്റെ ആൻസറും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ കേൾക്കുമ്പോ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which organ purify the blood? Answer kidney. Kidney. Okay. Which organ purify the blood? Answer kidney എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മറ്റൊരാൾ വായിച്ചേ. ജിൻഷയാണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചേ.
മാം അതിലില്ലേ ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ് യൂസ്ഡ് ബൈ ദോസ് വിത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് എന്നാ പറയുന്നത്. അപ്പൊ HDPD-യും CRRT-യും ആണോ, അങ്ങനെയാണോ വരിക? അല്ല, ക്രോണിക് കിഡ്നി ഡിസീസസ് ഉള്ളവർക്ക് നമുക്ക് ചൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ഏതാണ്? Dialysis. അങ്ങനെയാണോ? അതെ, ഡയാലിസിസ് ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഡയാലിസിസ് ആണ്. ഡയാലിസിസ് അല്ലേ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ലേ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഒരു ജനറൽ ആയിട്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കേ, ഏതായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ? acute renal failure. ഷിഫാനത്ത് എന്ന് പറഞ്ഞേ. Acute renal failure means option A, patient who have recently lost kidney function. Option B, patient have permanently lost kidney function. Option C, kidney which made continuous dialysis for the rest of your life. D, none of the above. Answer option A, patient who have recently lost kidney function. Okay. Then fourth question കുറച്ച് expanded forms ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞാണെങ്കിലും ഒരു 9 expanded forms ചോദിച്ചിട്ടുണ്ട്. ആര് പറയും? AKI പറഞ്ഞ acute kidney injury, ESKD end stage kidney disease, HD hemodialysis, PD peritoneal dialysis, CAPD continuous ambulatory potential dialysis peritoneal dialysis, CCPD continuous cyclic peritoneal dialysis, IPD intermittent peritoneal dialysis, CRRT continuous renal replacement therapy. Okay. Then next question, fifth question answer ഒന്ന് വായിച്ചേ. ജിൻഷ ഉണ്ടോ? ജിൻഷ ഒന്ന് വായിച്ചേ. ഫിഫ്ത് ക്വസ്റ്റ്യൻ Which type of access is used for short-term hemodialysis? ഏതാണ് യൂസ് ചെയ്യുന്ന അസസ്? Short-term dialysis. Short-term dialysis യൂസ് ചെയ്യുന്ന വാസ്കുലർ അസസ് കത്തീറ്റർ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വാസ്കുലർ അസസ് കത്തീറ്റർ. Then sixth question, വിജി ഒന്ന് വായിച്ചേ. വിജി, which type of access used for long-term hemodialysis? ഏതാണ്? AV fistula and AV graft. Okay, AV fistula and AV graft. Next question, seventh question. ഇത്രയും പേരല്ലാതെ വേറൊരാളൊന്ന് വായിച്ചേ. ഇത്രയും പേര് കോമൺ ആയിട്ട് എപ്പോഴും അതുല്യ ഒന്ന് വായിച്ചേ. അതുല്യ, the lining of abdomen is called dash. എന്താണ്? Peritoneum. Okay. Then eighth question, മറ്റൊരാൾ വായിച്ചേ. ആരുല്ലേ വായിക്കാൻ? സ്വാതി. Which of the following is included in the after effect of PD? Option A, blood loss. Option B, nausea. C, weight gain. D, muscular spasm. Option C, weight gain. Option C, weight gain. Okay. Then ninth question. മറ്റൊരാള്. A unit of dialysis machine and a special filter called dash. എന്താണ് ഗായത്രി? ആൻസർ എന്താ? Artificial kidney അല്ലെങ്കിൽ ഡയാലൈസർ അല്ലേ? Artificial kidney. Okay. Then 10th question. Artificial kidney is also known as dash. എന്താണ്? Hemodialyzer. Hemodialyzer അല്ലെങ്കിൽ ഡയാലൈസർ എന്നും പറയുന്നുണ്ട് അല്ലേ? Okay. Then 11th question. What is a vascular access site? Okay. What is a vascular access site? എന്താണ് ഒരു vascular access site എന്ന് പറഞ്ഞാല്? Opening into one of your blood vessels. Opening into one of your blood vessels. അല്ലെ, നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഏതെങ്കിലും ഒരെണ്ണത്തില് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നതാണ് vascular access site എന്ന് പറയുന്നത്. ഇനി 12th question, വേറൊരാൾ, ഇത്രയും പേരല്ലാതെ മറ്റൊരാളൊന്ന് വായിച്ചേ. Which access site is used dash as a solution for a small or weak vein? Okay. Answer എന്താ? AV graft.
AB ഗ്രാഫ്റ്റ് അല്ലെ, അതായത് സ്മോൾ അല്ലെങ്കിൽ വീക്ക് മെയിൻസിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് AB ഗ്രാഫ്റ്റ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി അല്ലേ ഉള്ളൂ. 13th ക്വസ്റ്റ്യൻ ആര് വായിക്കും? ഇത്രയും പേരല്ലാതെ മറ്റൊരാൾ വായിച്ചു. A doctor utilizes medical image to execute and perform catheter placement procedure is called intervention radiologist. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. അത് മാറിപ്പോകരുത് കേട്ടോ. ചിലർക്ക് നെഫ്രോളജിസ്റ്റ് ആണെന്നൊക്കെ തോന്നാം. അങ്ങനെ മാറിപ്പോകരുത്. ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകളാണ്. അവിടെ പ്രത്യേകമായിട്ട് ഒരു പേര് വരുന്നുണ്ട്. എന്താണ്? മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ ആ ഒരു പേര് കണ്ടാൽ ആരാണ്? ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകളാണ്. കിട്ടിയോ? ഇത്രയും 13 ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് കിട്ടിയില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആൻസേഴ്സ് എല്ലാം കിട്ടിയോ? കിട്ടാത്തവരായിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് പോവാം. യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ 19 ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസസ്. അതാ ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസസ്. ലോണ്ട്രി എന്ന് പറയുന്ന വേർഡിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാലോ എന്താണ് ലോണ്ട്രി. ലോണ്ട്രി എന്ന് പറയുന്ന വേർഡ് എന്താ? അതിന്റെ ഒരു മീനിങ് എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ്? ഒരു മെസ്സേജ് എന്ന് അയച്ചിട്ട് എന്താണ് ലോണ്ട്രി? അതെ, വാഷ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ്? അലക്കുക അല്ലെ, അലക്കുക അല്ലെങ്കിൽ അലക്കുശാല എന്ന് പറയുന്നതാണ് ലോണ്ട്രി. ഇങ്ങനെ മലയാളീകരിച്ച് നമുക്ക് പറയാം അലക്കുശാല അല്ലെ. അവിടെ എന്താണ്? വസ്ത്രങ്ങള് വാഷ് ചെയ്യുന്നു അല്ലെങ്കിൽ കഴുകലാണ് പ്രധാനമായിട്ടും അല്ലെ. ഇനി ഇവിടെ ലിനൻ. ലിനൻ എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? ലിനൻ, ലിനൻ എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ക്ലോത്ത് ആണ് അല്ലെ. അതായത് ലിനൻസ് എന്ന് പറയുന്നത് നമുക്ക് ലിനൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു തുണിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്നാൽ അതല്ലാട്ടോ ഇവിടെ മീനിങ് വരുന്നത്. ലിനൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളാണ് അല്ലെങ്കിൽ വസ്ത്രങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള കുറെ അധികം തുണിത്തരങ്ങളുണ്ട്. അതുപോലെ തന്നെ അത് വാഷ് ചെയ്യാനായിട്ടൊരു അലക്കുശാല അല്ലെങ്കിൽ ഒരു ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. അപ്പൊ അതാണ് ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസസിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്തിനായിരിക്കും, എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ വരുന്ന ലിനൻ മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ തുണിത്തരങ്ങളാണ് ഹോസ്പിറ്റലിൽ വരിക? ബെഡ്ഷീറ്റ് വരും. പിന്നെ വേറെന്തൊക്കെ വരും? പില്ലോ കവറുകൾ വരും. പിന്നെ എന്തൊക്കെയായാലും ബ്ലാങ്കറ്റ്സ്, സ്ക്രബ് സ്യൂട്ട്സ്, പിന്നെ കർട്ടൻസ് അല്ലെ. ഒത്തിരി സാധനങ്ങളുണ്ട് അല്ലെ. ഒത്തിരി ക്ലോത്ത് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ എന്താ? സർജറിക്ക് ഇടുന്ന ഡ്രസ്സുകൾ അല്ലെ, കോട്ടുകള്, അതുപോലെ തന്നെ സർജറിക്ക് ഇടുന്ന മറ്റ് എന്താണ് ഡ്രസ്സുകള്, എന്താണ് വേറെ ഗൗണുകൾ അല്ലെ, ഗൗണുകൾ പോലെയുള്ളത്. പിന്നെ ക്യാപ്പുകള്, അതുപോലെ തന്നെ ഒത്തിരി മെറ്റീരിയൽസ് വരുന്നുണ്ട് അല്ലെ. ഇവയെല്ലാം ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന അല്ലെ. അത് ആരൊക്കെ ഉപയോഗിക്കാം? അവിടുത്തെ പേഷ്യൻസിന് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ യൂസ് ചെയ്യുന്നതാവാം. അല്ലാന്നുണ്ടെങ്കിലോ ഇപ്പൊ കട്ടനുകള്, സ്ക്രീനുകൾ പോലെയുള്ളത് അവരുടെ ആ ഒരു ഡിസൈനുമായി ബന്ധപ്പെട്ട് ഇടുന്നതാവാം. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി മെറ്റീരിയൽസ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യാം? ക്ലോത്തുകളൊക്കെ എന്ത് ചെയ്യണം? അത് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ അല്ലെ. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ ഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യും അല്ലെ. ആ വാഷ് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ അത് പിന്നീട് ഉപയോഗിക്കുക. അപ്പൊ അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലെ കാര്യവും നമ്മുടെ വീടുകളുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ കുറെ അധികം ടേംസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പൊ ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിസ്കസ് ചെയ്തൊക്കെ പഠിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഒരാൾ തന്നെ പറയുമ്പോൾ എപ്പോഴും ഭയങ്കര ബോറിംഗ് അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്നൊക്കെ ചോദിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ എന്താണ് തുണിത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അലക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റലിലെ അലക്കുശാലകൾ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ എന്താണ് ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഇൻ ദ പ്രസന്റ് ഡേ ഹോസ്പിറ്റൽസ് ദ ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സപ്പോർട്ടീവ് സർവീസസ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സർവീസ് തന്നെയാണ് ഈ ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്നത്. Laundry department at hospitals are responsible for maintaining neatness of linens, staff uniforms, lab coats,
and tailoring services to meet the needs of patients and staff. എന്താണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്തിന് റെസ്പോൺസിബിൾ ആണ്, എന്തിന് ഉത്തരവാദിത്തമുള്ളവരാണെന്ന് നോക്കി. അതായത് അവിടെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകളുടെ യൂണിഫോംസ് ആവാം, അല്ലെങ്കിൽ ലാബുകളിൽ വർക്ക് ചെയ്യുന്ന അവരുടെ കോട്ടുകളാവാം, അല്ലെങ്കിൽ മറ്റ് ഏതൊരു ലിനനുകൾ അല്ലെങ്കിൽ മറ്റ് ഏതൊരു തുണിത്തരങ്ങളും ആവാം. അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ നീറ്റായിട്ട് വളരെ വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ എന്താ ടൈലറിംഗ് സർവീസസ്. എല്ലാ ഹോസ്പിറ്റലിലും അല്ല, നല്ല ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ ടൈലറിംഗ് സർവീസ് കൂടി അവർ പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ പേഷ്യൻസിന്റെയും സ്റ്റാഫുകളും അവരാണല്ലോ ഈ ഇവിടെയുള്ള തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ക്ലോത്തുകൾ യൂസ് ചെയ്യുന്നവര്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും ഒക്കെ അവരുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു? ടൈലറിംഗ് സർവീസസ് അല്ലെങ്കിൽ തയ്യൽ സേവനങ്ങളും ചില ഹോസ്പിറ്റലുകൾ ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനമായിട്ട് വരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്? എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ യൂണിഫോമുകള്, ലാബ് കോട്ടുകള്, അതുപോലെ തന്നെ മറ്റ് ഏതൊരു ലിനൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ലോത്തുകളാണ്, പലതരത്തിലുള്ള വസ്ത്രങ്ങളാണ് കേട്ടോ. അപ്പൊ പലതരത്തിലുള്ള മെറ്റീരിയൽസ്, തുണികളുണ്ട് അല്ലെ. അപ്പൊ അവയുടെ നീറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ? പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും ആവശ്യകത നിറവേറ്റുന്നതിനായിട്ട് തയ്യൽ സേവനങ്ങളും ലഭ്യമാകുക. ഇത്രയും കാര്യങ്ങൾ ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളവർ ആരായിരിക്കും? ഹോസ്പിറ്റലിലെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ്. Then the hospital laundry with linen which got stained from various body fluids. അല്ലെ, ഹോസ്പിറ്റലിലെ ലോണ്ടറീസ് അല്ലെങ്കിൽ ലോണ്ടറിയിൽ വരുന്ന ലിനനുകൾ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വിച്ച് ഗോട്ട് സ്റ്റെയിൻഡ്. സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? കറകൾ അല്ലെ, കറ പിടിക്കും. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ തുണികളിൽ കറ പിടിക്കാറില്ലേ? അപ്പൊ ഇവിടെ ഹോസ്പിറ്റലുകളിലും ഇങ്ങനെ സ്റ്റെയിൻസ് അല്ലെങ്കിൽ കറകൾ പിടിക്കാറുണ്ട് അവിടെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളില്. ഇനി എങ്ങനെയൊക്കെയാണെന്ന് ഫ്രം വേരിയസ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ശരീര സ്രവങ്ങളിൽ നിന്ന്. എന്തൊക്കെയാണ്? ബ്ലഡ് അല്ലെ, നമ്മുടെ രക്തം, എന്താണ്? യൂറിൻ, മൂത്രം, ഫീസസ് എന്ന് പറയുന്നത് മല. ഇതിൽ നിന്നൊക്കെ സ്റ്റെയിനുകൾ അല്ലെങ്കിൽ കറകള് ബോഡിയില് അല്ലെങ്കിൽ ബോഡി അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ലിനൻ മെറ്റീരിയൽസിൽ പിടിക്കാറുണ്ട് അല്ലെ. അപ്പൊ ചിലപ്പോ പേഷ്യൻസിൽ നിന്ന് അവരുടെ വസ്ത്രത്തിലേക്ക് ആവാം, അല്ലെങ്കിൽ അവിടെ ഈ ലാബുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ സ്റ്റാഫുകൾക്കാവാം, പേഷ്യൻസിനാവാം. അപ്പൊ അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങളില് കറ പിടിക്കുന്ന ഇങ്ങനെയുള്ള ശരീര ദ്രവങ്ങളിൽ നിന്നാവാം. ബ്ലഡോ യൂറിനോ ഫീസസ് പോലെയുള്ള ശരീര ദ്രവങ്ങളിൽ നിന്നാവാം. അല്ലാന്നുണ്ടെങ്കിലോ ദിസ് ടൈപ്പ് ഓഫ് ലിനൻ നീഡ്സ് ടു ബി ക്ലീൻസ്ഡ് അല്ലെ, ക്ലെൻസ്ഡ് ചെയ്യണം. എന്താണ് ക്ലെൻസ്ഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലെൻസ്ഡ് എന്തായിരിക്കും? ഇങ്ങനെയുള്ള ലിനൻ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് ഇവിടെ? ക്ലെൻസ്ഡ് അല്ലെ, ക്ലീൻ ചെയ്യണം. ശരിയാണ്. അപ്പൊ ക്ലീൻ ചെയ്യണം. ആൻഡ് സർവീസ്ഡ് ബിഫോർ ദേ ആർ ബീങ് പുട്ട് ഇൻ ടു ദ വാഷിംഗ് മെഷീൻ ആസ് ദേ ആർ കെയർഫുള്ളി ആൻഡ് ഡെലിക്കേറ്റ്ലി ഹാൻഡിൽ ചെയ്യുക. എന്താണ് ഇങ്ങനെയുള്ള ലിനനുകൾ? ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും ഒരു കറയുള്ള ഒരു ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വേഗം കൊണ്ടുപോയി അത് വാഷിംഗ് മെഷീനിൽ ഇടുകയാണോ ചെയ്യുന്നത്? അങ്ങനെയാണോ ചെയ്യുന്നത്? കറകൾ അതിന് മുമ്പ് എന്ത് ചെയ്യും? കറകള് കഴുകിക്കളയും അല്ലെ. കറകൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സൊല്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുക? അങ്ങനെയാണോ ചെയ്യാറ്? അങ്ങനെയാണോ? ആണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും. എന്താണ് ഇങ്ങനെയുള്ള സ്റ്റെയിൻസ് ഒക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? വാഷിംഗ് മെഷീൻ നമ്മൾ എല്ലാത്തിന്റെയും ഒരുമിച്ച് ആണ് കൊണ്ടുപോയിടുക അല്ലെ. അപ്പൊ അവിടെ ചിലപ്പോൾ വാഷിംഗ് മെഷീനിൽ ആ ഒരു വാഷ് കൊണ്ട് ചിലപ്പോൾ ആ ഒരു സ്റ്റെയിൻ പോകണമെന്നില്ല. അപ്പൊ അതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? വാഷിംഗ് മെഷീനിലേക്ക് ഇതിടുന്നതിന് മുൻപായിട്ട് ഈ സ്റ്റെയിൻസ് എന്ത് ചെയ്യണം? കഴുകി അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ എടുത്ത് കഴുകി കഴുകി ആ സ്റ്റെയിൻസ് കളഞ്ഞതിന് ശേഷം വേണം ഇത് വാഷിംഗ് മെഷീനിലോട്ട് ഇടാനായിട്ട്. കാരണം എന്താ? ഇത് കെയർഫുള്ളി ആൻഡ് ഡെലിക്കേറ്റ്ലി ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധയോടുകൂടിയും അതുപോലെ വളരെ സൂക്ഷ്മതയോടുകൂടിയും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണ് ഈ ലിനൻ എന്ന് പറയുന്നത്. A reliable laundry service is of the greatest importance to the hospital. അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അലക്ക് ശാലകൾ പോലെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സേവനം എന്ന് പറയുന്നത് ഒരു റിലയബിൾ ആയിരിക്കണം. അതിൽ എന്താണ്? വിശ്വസനീയമായിരിക്കണം. അതുവഴി ആ ഹോസ്പിറ്റലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണിത്.
അപ്പൊ അത് അത്രയും അധികം വിശ്വസനീയമായിരിക്കണം. കാരണം എന്താണ്? അത് വളരെ സൂക്ഷ്മതയോടെയും വളരെ ശ്രദ്ധയോടെയും ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തായിരിക്കും? ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ വളരെ ശ്രദ്ധാപൂർവവും അതുപോലെ വളരെ സൂക്ഷ്മമായിട്ടൊക്കെ പ്രോസസ് ചെയ്തെടുക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും? വെരി ഗുഡ്. ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് പലതരത്തിലുള്ള പേഷ്യൻസോ അല്ലെങ്കിൽ പല ഏരിയാസിൽ നിന്ന് വരുന്ന ക്ലോത്തുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ എന്താണ്? ഇൻഫെക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ ഇത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഇത് ലാസ്റ്റ് ക്ലീൻ ചെയ്ത് അവർക്ക് ഡെലിവറി ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം? ആ പ്രൊസീജിയർ ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? പിന്നീട് ആ ക്ലോത്ത് കൊടുക്കുന്ന വ്യക്തികൾക്ക് ഈ ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നോ, നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗവുമായിട്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത്, എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു രോഗം കൂടി കിട്ടിയാലോ അത് അവരുടെ ആ ഒരു പേഷ്യന്റിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും ആർക്കും ഇതിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിലെ ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ വിശ്വസനീയത അല്ലെങ്കിൽ വളരെ റിലയബിൾ ആയിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ആദ്യ പോയിന്റിൽ പറഞ്ഞത്? നമ്മുടെ പ്രസന്റ് ഡേ ഹോസ്പിറ്റൽ, ഇന്നത്തെ ഹോസ്പിറ്റലുകളില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടീവ് സർവീസ് ആണ്. ഇനി ഇവിടെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്? അവിടെയുള്ള എല്ലാ തുണിത്തരങ്ങളും, സ്റ്റാഫുകളുടെ യൂണിഫോമുകളും ലാബ് കോട്ടുകൾ പോലെയുള്ള എല്ലാ തുണിത്തരങ്ങളും എങ്ങനെയായിരിക്കണം? നല്ല നീറ്റായിട്ട് വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കുക. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ടൈലറിംഗ് സർവീസുകൾ അല്ലെങ്കിൽ തയ്യൽ സേവനങ്ങളും ലഭ്യമാക്കുക. അതുപോലെ എന്താണ് അവിടെ വരുന്ന പ്രധാനപ്പെട്ട ലിനനുകളിൽ വരുന്ന സ്റ്റെയിനുകൾ എന്തിൽ നിന്നൊക്കെ വരാം? പലതരത്തിലുള്ള വേരിയസ് ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ്, യൂറിൻ, ഫീസസ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് വരാം. ഇനി ഇങ്ങനെയുള്ള സ്റ്റെയിനുകളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ വാഷിംഗ് മെഷീനിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇതെല്ലാം പ്രോസസ് ചെയ്യുമ്പോഴും എന്താണ്? വളരെ കെയർഫുൾ ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്തിരിക്കണം. ഇനി ഇതെന്താണ്? ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റലിലെ. ഇത്രയും ക്ലിയർ ആയോ? നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. The linen and laundry services should provide safe, clean, ample and timely supply of linen to user units of a hospital. ഒരു ഹോസ്പിറ്റലിലെ യൂസർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന വ്യക്തികള്, ആ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസിൽ നിന്ന് എങ്ങനെയായിരിക്കണം ഈ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് വളരെ സേഫ് ആയിട്ടുള്ളവയാണ് അല്ലെ. സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം, വളരെ വൃത്തിയുള്ളതായിരിക്കണം. അതുപോലെ എന്താ ആംബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സമൃദ്ധവും ആൻഡ് ടൈംലി സപ്ലൈ അല്ലെ. സമയബന്ധിതമായിട്ട് ഇത് സപ്ലൈ ചെയ്തിരിക്കണം. അവിടെ വരുന്ന ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം? വളരെ സേഫ് ആയിട്ടുള്ളത് കൊടുക്കണം. അതുപോലെ വളരെ ക്ലീൻ ആയിരിക്കണം. വളരെ ആംബിൾ എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധമായതും അതുപോലെ തന്നെ ആ ടൈംലി സപ്ലൈ വളരെ സമയബന്ധിതമായിട്ട് കൊടുക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ ഇന്ന സമയത്ത് ഇത്ര മണിക്കുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ തന്നെ കൊടുക്കുക. അല്ലാതെ രാവിലെ കൊടുക്കാൻ പറഞ്ഞാൽ വൈകിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ അവിടെ എന്താണ്? അതിലൊരു പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് ആവശ്യമായിട്ട് വരിക. അപ്പൊ അത് സമയബന്ധിതമായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അത് കൊടുത്തിരിക്കണം. അത് ഉപയോഗിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് കൊടുത്തിരിക്കണം. അറ്റ് റൈറ്റ് ടൈം, വേണ്ടേ? എന്താണ്? ശരിയായ സമയത്ത് കൊടുക്കണം. ഇനി എങ്ങനെയായിരിക്കണം? ശരിയായ സമയത്ത് കൊടുക്കണം. അതുപോലെ റൈറ്റ് പ്ലേസിൽ കൊടുക്കണം, ശരിയായ സ്ഥലത്ത് കൊടുക്കണം അല്ലെ. ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമുള്ളതായിരിക്കില്ല മറ്റൊരു ഏരിയയിലേക്ക് ആവശ്യമായിട്ട് വരിക. അപ്പൊ അത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പൊ ഓരോ ഏരിയയിലേക്കും ആവശ്യമായിട്ടുള്ളത് ഏതൊക്കെയാണോ മെറ്റീരിയൽസ് വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് ശരിയായ സ്ഥലത്ത് എത്തിക്കുക. ദെൻ റൈറ്റ് ക്വാണ്ടിറ്റി, ശരിയായ അളവുകളിൽ എത്തിക്കുക. ആൻഡ് റൈറ്റ് പ്രൈസില്, ശരിയായ വിലയില്. അതായത് ഇപ്പൊ വില എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ടൈലറിംഗ് സർവീസ് പോലെയുള്ളത് വരുമ്പോഴാണ് കേട്ടോ ആ പ്രൈസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? റൈറ്റ് പ്ലേസിൽ കൊടുക്കണം, റൈറ്റ് ടൈമിൽ കൊടുക്കണം, അതുപോലെ റൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം, ശരിയായ അളവിലായിരിക്കണം, റൈറ്റ് പ്രൈസിലായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വളരെ സേഫ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ടൈംലി സപ്ലൈ ആയിരിക്കണം ഈ ഒരു ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ?
Then the term is used to denote clothing items. അല്ലെ linen എന്ന് പറയുന്ന ആ ഒരു വേർഡ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ക്ലോത്തിങ് ഐറ്റംസ് അല്ലെ, വസ്ത്രങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ടെക്സ്റ്റൈൽസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും അല്ലെങ്കിൽ എല്ലാ ടെക്സ്റ്റൈൽസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. മാട്രസ് മെത്തുകൾ വരുന്നുണ്ട്, ബെഡ് കവറുകൾ വരുന്നുണ്ട്, ബെഡ്ഷീറ്റുകൾ വരുന്നുണ്ട്, ദെൻ ടവൽസ് വരുന്നുണ്ട്, ബ്ലാങ്കറ്റ്സ് വരുന്നുണ്ട്, സ്ക്രീനുകൾ, ഹോസ്പിറ്റലിൽ സ്ക്രീനുകൾ യൂസ് ചെയ്യാറില്ലേ, അങ്ങനെയുള്ള സ്ക്രീനുകൾ വരുന്നുണ്ട്, കർട്ടൻസ് വരുന്നുണ്ട്, ഡോക്ടറിന്റെ കോട്ടുകൾ വരുന്നുണ്ട്, ടേബിൾ കവറുകൾ വരുന്നുണ്ട്. അങ്ങനെ അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളും ലിനൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിന് കീഴിൽ വരുന്നുണ്ട്. ആൻഡ് ദ മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വൻലി യൂസ്ഡ് മെറ്റീരിയൽ ഈസ് കോട്ടൺ. ഏറ്റവും മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏത് മെറ്റീരിയൽ ആണ്? കോട്ടൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലോവർ പ്രൈസ്ഡ് ആൻഡ് മോർ കംഫർട്ടബിൾ. ഇത് പ്രൈസ് കുറവുമാണ്, അതോടൊപ്പം തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇവർക്ക് യൂസ് ചെയ്യാനും പറ്റുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ ലിനൻ എന്ന് പറയുന്ന ടേം എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? അവിടുത്തെ ക്ലോത്തിങ് ഐറ്റംസ് അല്ലെ, അവിടുത്തെ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട്. എവിടത്തെയാണ്? ഹോസ്പിറ്റലിലെ എല്ലാ തരത്തിലുള്ള ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ വസ്ത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. എന്തൊക്കെ വരുന്നുണ്ട്? ബെഡ്ഷീറ്റ്, മാട്രസ്, ബെഡ് കവറുകള്, ടവൽസ്, ബ്ലാങ്കറ്റ്സ്, അതുപോലെ സ്ക്രീനുകള്, കർട്ടൻസ്, ഡോക്ടേഴ്സിന്റെ കോട്ടുകള്, ടേബിൾ കവറുകൾ പോലെയുള്ള എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മോസ്റ്റ് പ്രിഫേർഡ് ആൻഡ് ഫ്രീക്വൻലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? കോട്ടൺ ആണ്. അതാണ് എന്താണ്? ലോ പ്രൈസ്ഡ് ആണ്, അതുപോലെ തന്നെ മോർ കംഫർട്ടബിൾ ആയിട്ട് ഇവർക്ക് യൂസ് ചെയ്യാനും പറ്റുന്നത് കൊണ്ട് അവർ കോട്ടൺ ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ഹോസ്പിറ്റൽ ലോണ്ടറീസ് റിസീവ്സ് ഓൾ ദ ലിനൻ മെറ്റീരിയൽ ഫ്രം ഡിഫറെന്റ് ഏരിയാസ് സച്ച് ആസ് വാർഡുകൾ അല്ലെ. ഹോസ്പിറ്റലിലെ ലിനൻസ് എവിടെ നിന്നൊക്കെ പലതരത്തിലുള്ള ഡിഫറെന്റ് ഏരിയാസിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാ? വാർഡുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെ. വാർഡുകളിലെ മെറ്റീരിയൽ ഇങ്ങനെ തുണിത്തരങ്ങള്. അതുപോലെ OT. എന്താണ് OT? OTയും OPDയും എന്താ? ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചതല്ലേ OT OPD. OT എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ, OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. വെരി ഗുഡ്. അപ്പൊ OPയും OT ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്നൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് അല്ലെ. അതുപോലെ മറ്റ് ഓഫീസ് ഏരിയ പോലുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എങ്ങനെയാണ് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഈ ഒരു ലിനൻ ഏരിയയിലേക്ക് വരുന്നുണ്ട്. ആൻഡ് വേർ ദേ അണ്ടർഗോ പ്രോസസിംഗ് ഓഫ് സോർട്ടിംഗ്. ഇനി ഇവിടെ എന്താണ്? എന്തൊക്കെ പ്രോസസ് ആണ് നടക്കുന്നത് നോക്കി. ഇങ്ങനെ മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തുണികൾ കുറെ അലക്കാനൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ സോർട്ടിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സോർട്ടിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങള് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോർട്ടിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? യെസ്, വെരി ഗുഡ്. വേർതിരിക്കുക അല്ലെങ്കിൽ തരംതിരിക്കുക അല്ലെ. തരംതിരിക്കുന്നു. അതിനുശേഷം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാഷിംഗ് ചെയ്യുന്നു. അതായത് എന്താണ്? നമ്മൾ ആ തരം തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? തരം തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്കാതെ തരം തിരിക്കുക അല്ലെങ്കിൽ വേർതിരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യും? വാഷ് ചെയ്യും അല്ലെ. കഴുകും. കഴുകിയതിനു ശേഷം എന്താ ചെയ്യാ? എന്താണ് എക്സ്ട്രാക്ടിങ് എന്ന് പറയുന്നത്? എക്സ്ട്രാക്ടിങ് ഏതാ? എന്താ ചെയ്യാ? എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാല് വെരി ഗുഡ്, ഡ്രൈയിങ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഇതില് വെള്ളത്തിന്റെ അംശത്തിൽ നമ്മൾ പിഴിയും അല്ലെ. നമ്മൾ എങ്ങനെയാണ്? വെള്ളത്തിൽ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇടുക? ഇല്ല അല്ലെ. അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതായത് അതിനാവശ്യമായിട്ടുള്ള ഡ്രയറുകൾ പോലെയുള്ള സ്ക്വീസിങ് മെഷീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. വെള്ളം പിഴിഞ്ഞ് നമ്മുടെ വീടുകളിലൊക്കെയാണ് നമ്മൾ പിഴിഞ്ഞൊക്കെ കളയും. പക്ഷെ നമുക്ക് ഇത്രയും ഈ ലോണ്ടറി ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്ന് നമുക്കത് ചെയ്യാൻ പറ്റുമോ? കാരണം ഒത്തിരി ക്ലോത്തുകൾ ഉണ്ടാവും, അതെല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ ഉണ്ടാവും. എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു ക്ലോത്തിൽ അല്ലെങ്കിൽ ആ ഒരു തുണിയിൽ നിന്നുമുള്ള വെള്ളത്തെ എന്ത് ചെയ്യുന്നു? ഡ്രെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മള് ഡ്രൈ ചെയ്യാനിടും അല്ലെ. ഉണങ്ങാനിടും. നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലേ? ഡ്രൈ ചെയ്യാനിടും. ഡ്രൈ ചെയ്ത് വരുന്നതിന് എന്ത് ചെയ്യും? ഡ്രൈ ചെയ്ത് വരുന്നതിന് എന്ത് ചെയ്യാ? ഉണങ്ങി വരുന്ന തുണികളെ നമുക്ക് ഇട്ട് പുറത്തേക്ക് യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യും? അയൺ ചെയ്യും. വെരി ഗുഡ്, അയൺ ചെയ്യും അല്ലെ. ഇനി അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉടനെ ഇടണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും? അയൺ ചെയ്ത് കഴിഞ്ഞാല് ഉടനെ ഇടണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് വെക്കും? ഫോൾഡ് ചെയ്ത് വെക്കും അല്ലെ. അതായത് മടക്കി വെക്കുമല്ലോ. അപ്പൊ ഫോൾഡിങ് വരെ കഴിഞ്ഞു.
ഇനി എന്താണ് മെൻഡിങ് എന്ന് പറഞ്ഞാല്? മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നന്നാക്കുക, അതായത് നമ്മൾ പറഞ്ഞു ഇപ്പൊ വരുന്ന എല്ലാ വസ്ത്രങ്ങളും നല്ല രീതിയിലായിരിക്കണമെന്നില്ല. ചിലതിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഡാമേജുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ ഡാമേജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നാക്കിയിട്ട് പിന്നെയും അത് തന്നെ യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം വേറെ ഇടണം. അവിടെ തന്നെ ഇതിന്റെ നമ്പർ അനുസരിച്ച് വേറൊരെണ്ണം അവിടെ പ്ലേസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ചെയ്യാറുണ്ട്. അപ്പൊ നന്നാക്കൽ, അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ടൈലറിംഗ് സർവീസ് ഒക്കെ പ്രധാനമായിട്ടും വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡാമേജുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ, ചെറിയ ഡാമേജുകളൊക്കെ ആണെങ്കിൽ ആ ടൈലറിംഗ് സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുത്ത് അത് ശരിയാക്കാൻ പറ്റും. ഇനി അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? അങ്ങനെ നന്നാക്കലും കഴിഞ്ഞതിന് ശേഷം അത് കുഴപ്പമില്ലാത്തതൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത് വേറെ എന്തെങ്കിലും ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് ഡെലിവറി ചെയ്യും അല്ലെ? അതെന്ത് ചെയ്യും? കൊടുക്കും. ഏത് രീതിയിലോട്ടാണ്, എത്ര എണ്ണമാണോ വേണ്ടത്, ഏതൊക്കെയാണ് വേണ്ടത് എന്നതിനനുസരിച്ച് ഡെലിവറി ചെയ്യും അല്ലെങ്കിൽ വിതരണം ചെയ്യും. ഇവിടെയുള്ള പ്രോസസ് ഒക്കെ മനസ്സിലായോ? എന്തൊക്കെയാണ് ആദ്യം ചെയ്യുന്ന പ്രോസസ്സ്? സോർട്ട് ചെയ്യും അല്ലെ? തരംതിരിക്കും, അതിനുശേഷം വാഷ് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ തുണികളിലെ വെള്ളത്തെ ഡ്രെയിൻ ചെയ്ത് കളയുന്നു, അതാണ് എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളത്. അതിനുശേഷം ഡ്രൈ ചെയ്യുന്നു, ഞാൻ ഡ്രൈ ചെയ്യും, പിന്നെ എന്താ? അയണിങ് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യാം? ഫോൾഡിങ് ചെയ്യുന്നു, അതിനുശേഷം മെൻഡിങ്, എന്തെങ്കിലും റിപ്പയർ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുന്നു. അതായത് നന്നാക്കലാണ് മെൻഡിങ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഡെലിവറി ചെയ്യുന്നു. ഏതൊക്കെ ഏരിയയിലേക്ക് എത്ര എണ്ണം വേണം, എന്തൊക്കെയാണ് വേണ്ടത് എന്നനുസരിച്ച് വിതരണം ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സ് നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? In the case of linen, special care should be taken. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലിനന്റെ കേസിൽ എപ്പോഴും സ്പെഷ്യൽ കെയർ കൊടുത്തിരിക്കണം. കാരണം എന്താ? ഇൻഫെക്ഷൻസ് ഒന്നും അതിലോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലിനൻ പ്രോസസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്പെഷ്യൽ കെയർ ഉണ്ടായിരിക്കണം. ഇത്രയും പോയിന്റ്സ് മനസ്സിലായോ ഇൻട്രൊഡക്ഷന്റെ? ഇതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണം? ക്ലിയർ ആയോ? ഓക്കെ. Then second നോക്കിയേ, objectives of laundry and linen services. Laundry and linen servicesന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, the purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. എന്താണ് ഈ ഒബ്ജക്റ്റീവില്? ആദ്യമായിട്ട് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാമതായ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ഇവിടെ? എന്താണ് ഈ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് അവിടെയുള്ള പേഴ്സൺസും അതുപോലെ പേഴ്സണൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? പേഴ്സണൽസ്. വെരി ഗുഡ്. അവിടെയുള്ള സ്റ്റാഫുകളെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ട് വരുന്ന പേഴ്സണൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അപ്പൊ അതാരും ആവാം, നഴ്സസ് ആവാം, ഡോക്ടേഴ്സ് ആവാം. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും സ്റ്റാഫുകളിൽ ഉൾപ്പെടുമല്ലോ. അപ്പൊ അവരും അതുപോലെ തന്നെ പേഷ്യൻസും അവർക്ക് എന്ത് ചെയ്യണം? ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ? വളരെ വൃത്തിയായിട്ടുള്ള മെറ്റീരിയൽസ്, അവരുടെ ആവശ്യത്തിനനുസരിച്ച് ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ടുള്ള മെറ്റീരിയൽസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ഉറപ്പ് വരുത്തിയിരിക്കണം? അവിടെ പ്രോസസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അത് എങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കണം? ഹൈജീനിക് കണ്ടീഷൻ ആണോ? എന്താണ്? ശുചിത്വം അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ശുചിത്വം പാലിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ പ്രോസസ്സിങ്ങുകൾ നടത്താനായിട്ട്. അപ്പൊ അതുവഴി കിട്ടുന്ന നല്ല ശുചിത്വം പാലിച്ചുകൊണ്ട് ഈ പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ട് കിട്ടുന്ന ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം ഈ പേഷ്യൻസിനും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും, അതാണ് പേഴ്സണൽ എന്ന് പറയുന്നത്, അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഞാൻ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഇനി എന്തൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രധാന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, to retain a comfortable and safe environment for the patients, staff and visitors. എന്താണ്? ഒരു കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് ആർക്കാണ്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അതുപോലെ അവിടെയുള്ള പേഷ്യൻസിന്, അതുപോലെ തന്നെ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്ക്. ഇവർക്കൊക്കെ പേഷ്യൻസിന്, സ്റ്റാഫുകൾക്ക്, വിസിറ്റേഴ്സിന് അല്ലെങ്കിൽ സന്ദർശകർക്ക് എല്ലാവർക്കും ഒരു കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവിയോൺമെന്റ്, ഒരു കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം
നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവിൽ വരുന്നത്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നാണ് കേട്ടോ. To retain a comfortable and safe environment for the patients, staff and visitors. അവിടുത്തെ സന്ദർശകർക്കും സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഒരു കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്തുക. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. To provide constant supply of qualitative linen to various required areas like IP, operation theaters, OPD and other areas. എന്താണ് രണ്ടാമതായിട്ട് പറയുന്നത്? ഒരു കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റേറ്റീവ് ലിനൻ. എന്താണ് ക്വാളിറ്റേറ്റീവ് ലിനൻ എന്ന് പറയുന്നത്? ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ അല്ലെ, ഗുണമേന്മയുള്ള ലിനനുകൾ, ഈ തുണിത്തരങ്ങള് എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ആയിട്ട് നിരന്തരം ആർക്ക് സപ്ലൈ ചെയ്യുക? വേരിയസ് ഏരിയാസ് ഉണ്ടല്ലോ അല്ലെ ആവശ്യമായിട്ടുള്ള. ഇപ്പൊ IP എന്താണ്? IP ഏരിയ എന്താ? IP ഏരിയ ഇൻപേഷ്യന്റ് അല്ലെ, വെരി ഗുഡ്. ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിലോട്ടും ഓപ്പറേഷൻ തിയേറ്ററുകളിലോട്ടും OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിലോട്ടും മറ്റ് ഏരിയാസിലോട്ടും ഒക്കെ എന്ത് ചെയ്യണം? അവർക്കൊക്കെ ഈ തുണിത്തരങ്ങൾ ആവശ്യമാണ് അല്ലെ, തുണികൾ ആവശ്യമാണ്, ലിനൻസ്. അപ്പൊ അവർക്കൊക്കെ നിരന്തരമായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെയാണ്? അത് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ലിനൻ ആയിരിക്കണം. ഗുണമേന്മയുള്ള ലിനനുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് വരുന്നത്. മൂന്നാമത്തെ നോക്കി. ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. ഇതാണ് ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക. അതോടൊപ്പം തന്നെ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ പരിചരണം അത് ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ക്വാളിറ്റി അതിനെ നിലനിർത്താനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് ഇൻഫെക്ഷൻസ് അല്ലെ, ഇങ്ങനെ നല്ല രീതിയിലുള്ള ശുചിത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ, നിയന്ത്രിക്കാൻ പറ്റില്ലേ? ഇനി അങ്ങനെ നിയന്ത്രിക്കുന്നത് വഴി നമുക്ക് ആ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എന്താണ്, ഗുണനിലവാരം നിലനിർത്താനായിട്ട് സാധിക്കും അല്ലെ. ഇൻഫെക്ഷൻസ് വന്നാൽ എന്ത് പറ്റും? നമ്മുടെ മനസ്സിലും ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇമേജിലേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു രോഗത്തിന് വേണ്ടി പോയി, അതിന് പകരം നമുക്ക് ആ രോഗം ചികിത്സിക്കാൻ പോയിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേറൊരു രോഗം കൂടി വന്നാലോ, അല്ല ഹോസ്പിറ്റലിനെ പറ്റി എല്ലാവരും പറയില്ല, ആ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഒരു കുറച്ച് പേരാണെങ്കിലും കൂടി പറഞ്ഞ ആ ഒരു ഹോസ്പിറ്റലിലെ ഇമേജിനെ തന്നെ അത് ബാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് ആ പേഷ്യൻസിന് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നിലനിർത്താനായിട്ട് സാധിക്കുന്നു. അപ്പൊ 3 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റില് ആദ്യത്തെ ഒബ്ജക്റ്റീവ് വരുന്നത് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വഴി എന്ത് ചെയ്യണം? പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും അതുപോലെ അവിടെ വരുന്ന വിസിറ്റേഴ്സിനും ഒക്കെ ഒരു കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിർത്തുക. രണ്ടാമത് പറഞ്ഞ എന്താ? പല ഏരിയാസ് ഉണ്ട് അല്ലെ ഇത് ആവശ്യമായിട്ട് വരുന്നത്. IP ഏരിയ, OPD ഏരിയ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, മറ്റ് ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ലിനൻ അല്ലെ, ഗുണപരമായിട്ടുള്ള എന്താണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത്, ഗുണമേന്മയുള്ളതായിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യാം? സപ്ലൈ ചെയ്യണം. ദെൻ മൂന്നാമതായി പറഞ്ഞ എന്താ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹോസ്പിറ്റലിലെ കെയറിന്റെ ക്വാളിറ്റി നിലനിർത്താനായിട്ട്, ക്വാളിറ്റി ഉള്ള ഒരു കെയർ കൊടുക്കുന്നത് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പൊ 3 ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ആണ് some of the main functions of the laundry services are the following. ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ലോണ്ടറി സർവീസസിൽ വരുന്ന ഫങ്ഷൻസ്, മെയിൻ ഫങ്ഷൻസ് ആണ്. ഇത് നമുക്ക് അങ്ങനെ പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീടുകളില് നമുക്ക് തുണിയൊക്കെ ഒരുപാട് അലക്കാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യുന്ന പ്രോസസ് എന്തായിരിക്കും? ഫസ്റ്റ് ചെയ്യുന്ന പ്രോസസ് എന്തായിരിക്കും? കളക്ട് ചെയ്യും അല്ലെ. വെരി ഗുഡ്. കളക്ട് ചെയ്യും. എന്ത്? പല സ്ഥലത്ത് അല്ലെങ്കിൽ പല റൂമുകളിലായിട്ടാണ് ഡ്രസ്സുകൾ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ, മുഷിഞ്ഞ ഡ്രസ്സുകൾ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും കളക്ട് ചെയ്യും അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യും?
കളക്ട് ചെയ്യുന്ന അതിനെ സോർട്ട് ചെയ്യും അല്ലെങ്കിൽ വേർതിരിക്കും. ഏതൊക്കെയാണ് ഹാൻഡ് കൈകൊണ്ട് അല്ലെ അലക്കേണ്ടത്, ഏതൊക്കെയാണ് മെഷീനിൽ ഇടേണ്ടത്, ഏതൊക്കെയാണ്, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, സോർട്ട് ചെയ്യും അല്ലെ. ഇവിടെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ് നോക്കി, മെയിൻ ഫങ്ഷൻസിൽ വരുന്നത് ടു കളക്ട് ഓർ റിസീവ് സോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. ഇനി സോയിൽഡ് എന്ന് പറയുന്ന മീനിങ് എന്താ വരുന്നത്? സോയിൽഡ് ആൻഡ് ഇൻഫെക്റ്റഡ് എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതെ, ഡർട്ട് ആണ്. അതായത് സോയിൽഡ് എന്ന് പറഞ്ഞാൽ അഴുക്കുകൾ അല്ലെ, അഴുക്കുകളൊക്കെ അല്ലെങ്കിൽ ഇപ്പോ കറകളൊക്കെ പോലെയുള്ള അഴുക്കുകളൊക്കെ പിടിച്ച ലിനനുകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങളെയാണ് സോയിൽഡ് എന്ന് പറയുന്നത്. ഇനി ഇൻഫെക്റ്റഡ് എന്നുള്ളതാകുമ്പോഴോ എന്തായിരിക്കും? ഇൻഫെക്റ്റഡ് എന്നുള്ളതാകുമ്പോ പറയുന്നത് അങ്ങനെയുള്ളത് എങ്ങനെയുള്ള തുണികളായിരിക്കും? ബോഡി ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ എന്തൊക്കെയാ മറ്റെന്തെങ്കിലും അതായത് ഇപ്പോ ബാക്ടീരിയ പോലുള്ള ഇൻഫെക്ഷൻസ് അല്ലെ, അതായത് ആ പേഷ്യൻസ്, ചില പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവര് യൂസ് ചെയ്ത തുണികൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ട് ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, ഇപ്പൊ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേഴ്സോ ഒക്കെ അവരുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുപയോഗിച്ച മെറ്റീരിയൽസും എന്താണ്, ഇൻഫെക്റ്റഡ് ലിനനിൽ ഉൾപ്പെടും. ക്ലിയർ ആയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ അഴുക്കുകളോ കറകളോ ഒക്കെ പിടിച്ച ഡ്രസ്സുകളെയാണ് നമ്മൾ സോയിൽഡ് എന്ന് പറയുന്നത്. ഇനി ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫെക്ഷൻസ് അല്ലെ, എന്തെങ്കിലും ബാക്ടീരിയോ വൈറസോ മറ്റു എന്തെങ്കിലും എന്താണ് മൈക്രോ ഓർഗാനിസംസ് വഴിയുള്ള ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ളവരുടെ പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവരുപയോഗിച്ചിട്ടാണ് ഡ്രസ്സ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അവരുമായി അനുബന്ധമുള്ള ചില അവരുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ, നഴ്സസ് ആവാം, ഡോക്ടേഴ്സ് ആവാം, അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർ യൂസ് ചെയ്ത മെറ്റീരിയൽസും എന്താണ് ഇൻഫെക്റ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനെയുള്ളതിനെയാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇനി അപ്പൊ ഇവിടെ അതിന്റെ അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ളതാണെങ്കിലും എന്ത് ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്യും. അതാണ് ആദ്യത്തെ പ്രോസസ്. രണ്ടാമത്തേത് നോക്കി, ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ വിച്ച് ഇൻക്ലൂഡ് സോർട്ടിംഗ്. എന്ത് ചെയ്യുന്നു? ആദ്യം എന്ത് ചെയ്യുന്നു? ആ സോയിൽഡ് ലിനൻ, അതായത് ഈ രണ്ട് ഇതായിരിക്കും, സോയിൽഡ് ആയിക്കോട്ടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതായിക്കോട്ടെ, രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ പ്രോസസ് ചെയ്യും കേട്ടോ. കാരണം അത് ഞാൻ ചെയ്യാം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് എല്ലാ ഇതിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് തന്നെ സോർട്ട് ചെയ്ത് തരം തിരിച്ച് മാറ്റി വെച്ച് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഈ പ്രോസസ്സിംഗ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ രണ്ടും രണ്ടായിട്ടാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള അഴുക്കുകളൊക്കെ പിടിച്ച ഡ്രസ്സുകൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മൾ. ആദ്യം എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും അല്ലെ. സോർട്ട് ചെയ്യും, എന്താണ്? തരം തിരിക്കും. എങ്ങനെയാണെന്ന് നമ്മൾ തരം തിരിക്കും. അതിനുശേഷം സ്ലൂസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലൂയിസിംഗ്, കഴുകുക. വെരി ഗുഡ്, കഴുകുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അതിനുശേഷം എന്താണ്? ഡിസ്ഇൻഫെക്റ്റിംഗ്, അതായത് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു, നമ്മൾ കറകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അതിനെ ക്ലീൻ ചെയ്തിട്ടാണ് വാഷിംഗ് മെഷീനിൽ ഇടണ്ടേന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്? ഡിസ്ഇൻഫെക്റ്റൻ ചെയ്യണം അല്ലെ, അണുവിമുക്തമാക്കണം. അതിനാവശ്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അതിനെ അണുവിമുക്തമാക്കുന്നത് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? അതിനെ കഴുകുന്നുണ്ട്. അതാണ് ആദ്യത്തെ സ്ലൂയിസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താ? അതിനെ വേർതിരിച്ചു, തരം തിരിച്ചു. അതിനുശേഷം എന്താ? ഡിസ്ഇൻഫെക്റ്റൻ ചെയ്യാനായിട്ട് എന്താണ്? അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ അണുവിമുക്തമാക്കുന്നതോടൊപ്പം തന്നെ അതിനെ ഒരു പ്രാവശ്യം കഴുകുന്നുണ്ട്. ക്ലിയർ ആയോ? അത് കഴിഞ്ഞതിന് ശേഷം എന്താ? വാഷിംഗ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള വാഷിംഗ് വരുന്നത്. അതെല്ലാം കൂടി ഒരുമിച്ച് നമ്മുടെ വാഷിംഗ് മെഷീൻ പോലെയുള്ള മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ആ കറകളോ അല്ലെങ്കിൽ എന്താണോ അഴുക്കുകളൊക്കെ ഉള്ളതെന്നുള്ളത് വലിയ രീതിയിലുള്ളതാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? ഡിസ്ഇൻഫെക്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകുന്നു. അണുനശീകരണം ചെയ്തതിനു ശേഷം കഴുകുന്നു. അതിനുശേഷം പ്രോപ്പർ ആയിട്ട് വലിയ രീതിയിൽ വാഷ് ചെയ്യാനായിട്ട് ഇടുന്നു. ഇനി എന്താണ് എക്സ്ട്രാക്ടിംഗ് എന്നാണ് നമ്മൾ പറഞ്ഞത്? പിഴിയുക അല്ലെ. അതായത് അതില് വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യുന്നു? അതില് ഡ്രെയിനേജ് പോലെയുള്ള എന്താണ് നമ്മുടെ സെമി ഓട്ടോമാറ്റിക് മെഷീൻസിലൊക്കെ വേറെ സെപ്പറേറ്റ് ഡ്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു അറയൊക്കെ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് സ്ക്വീസേഴ്സ് എന്ന് പറയുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട്. അതായത് അതിലുള്ള വെള്ളത്തിനെ കളയുക എന്നുള്ള മീനിങ് ആണ്. ഇനി അതിനോടൊപ്പം തന്നെ ഒരു വരുന്ന പ്രോസസ്സാണ് കണ്ടീഷനിങ് ചെയ്യുക. എന്താണ് കണ്ടീഷനിങ് ചെയ്യുക? നമ്മുടെ വീടുകളിലെ ക്ലോത്തുകൾ കണ്ടീഷൻ ചെയ്യാനുണ്ടാവും. എന്താണ് കണ്ടീഷനിങ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെരി ഗുഡ്, കംഫർട്ട്, സ്റ്റിഫ് ഫാഷൻ പോലെയുള്ള ഉപയോഗിച്ച് നമ്മുടെ വീടുകളിൽ കണ്ടീഷനിങ് ചെയ്യാറില്ലേ?
എന്തിനു വേണ്ടി അങ്ങനെ കണ്ടീഷനിങ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വീടുകളിൽ അങ്ങനെ കണ്ടീഷണേഴ്സ് ഉപയോഗിച്ചത്? ഡ്രസ്സ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ സ്റ്റിഫ് ആയിട്ട് ഇരിക്കാൻ, അല്ലെ, നല്ലൊരു അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ അതുപോലെ ആ ഫാബ്രിക് കുറച്ചും കൂടി നാള് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ, അതിന്റെ ആ ഒരു നല്ല രീതിയിൽ അതിന്റെ ആ ഒരു ക്വാളിറ്റി നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ടീഷനിങ് ചെയ്തത്. ഇവിടെയും ആ കണ്ടീഷനിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ കഴിഞ്ഞ് ആ ഒരു ഡ്രെയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെയാണ് അവിടെ കണ്ടീഷനിങ് ചെയ്യുന്നത്. ഇനി അങ്ങനെ കണ്ടീഷൻ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ പിന്നീട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? എന്താ ചെയ്യാം? അയൺ ചെയ്യും, അല്ലേ? അയൺ ചെയ്യും. ഇനി അയൺ ചെയ്ത് കഴിഞ്ഞ് പ്രസ്സിങ് ചെയ്യുന്നു എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രസ്സിങ് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയോ പ്രസ്സിങ് ചെയ്യുന്നത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പ്രസ്സിങ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അറിയില്ല ആർക്കും? നമ്മള് അയൺ ചെയ്യുന്നത്, അയൺ ചെയ്യുന്നത്, അതായത് പ്രസ്സിങ് ചെയ്യുക, ശരിയാണ്. അതായത് ഒതുക്കുക, ശരി. അതൊക്കെ കൂടാതെ തന്നെ അയൺ ചെയ്യുന്നത്, ഇപ്പൊ അയൺ മെഷീൻസ് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് അയണിങ് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടുത്തെ മെഷീൻസ് കണ്ടിട്ടുണ്ടോ? അയൺ ചെയ്യുന്ന മെഷീൻസ് കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ കൈകൊണ്ട് യൂസ് ചെയ്യുന്നതല്ല, കൈകൊണ്ട് അയൺ ചെയ്യുന്ന ഇതല്ല യൂസ് ചെയ്യുന്നത്, അല്ലാതെ മറ്റു വലിയ പ്രസ് ചെയ്യുന്ന പോലത്തെ മെഷീൻസ് കണ്ടിട്ടുണ്ടോ? സ്റ്റീം ഉപയോഗിച്ചിട്ട്. അതായത് അത് ഇപ്പൊ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയുള്ള മെഷീൻസ് ഉണ്ടാവും കേട്ടോ. അതായത് നമ്മൾ പുറത്തെ അയൺ ചെയ്യുന്ന സെന്ററുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറെ മെഷീൻസ് ഉണ്ട്. അതായത് മുമ്പ് നമ്മളെങ്ങനെ കൈകൊണ്ട് അയൺ ചെയ്യും. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഒത്തിരി മെറ്റീരിയൽസ് ക്ലോത്തുകളൊക്കെ ഇല്ല. അപ്പൊ എല്ലാം നമുക്ക് കൈകൊണ്ട് അയൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? എല്ലാം അയൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ കൈകൊണ്ട് തന്നെ? ഒത്തിരി ആൾക്കാർ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ അതിന് പകരമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള മെഷീൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് അയൺ ചെയ്യണമെങ്കിൽ ആ മെറ്റീരിയൽ നമ്മളിങ്ങനെ വിരിച്ചതിന്റെ മുകളിൽ ഇട്ടാൽ മതി. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്താണ്? പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതെന്താവുന്നുണ്ട്? അത് അയൺ ചെയ്ത് വരുന്നുണ്ട്. അതായത് സ്റ്റീമുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് പവർ സപ്ലൈയിൽ നമ്മൾ കറണ്ട് ഉപയോഗിച്ചിട്ട് സ്റ്റീമുകൾ ആക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഒരു മെഷീന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കത് അങ്ങനെ തന്നെ അടച്ചു കഴിഞ്ഞാൽ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ അത് അയൺ ചെയ്ത് കിട്ടും ആ ഒരു മെറ്റീരിയൽ. അപ്പൊ അങ്ങനെ അയൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ സ്റ്റീം യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കഴുകിയില്ല കഴിഞ്ഞാലും ചിലപ്പോ എന്തെങ്കിലും ഇൻഫെക്ഷൻസിന് എന്തെങ്കിലും ഒരു ജേംസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ വഴി സാധിക്കും. മനസ്സിലായോ? ഇനി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഫോൾഡ് ചെയ്ത് വെക്കും. വെരി ഗുഡ്, ഫോൾഡ് ചെയ്ത് വെക്കും, അല്ലെ? അത്രയും വരെയും ചെയ്തല്ലോ, ഫോൾഡ് ചെയ്ത് നമ്മളവിടെ വെച്ചു. ഇനി തേർഡ് വൺ നോക്കി, ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽസ് ആൻഡ് റീപ്ലേസ് ദം. എന്ത് ചെയ്യണം? അതിന് മുൻപായിട്ട്, അതായത് അയൺ ചെയ്യുമ്പോഴും നമ്മൾ ആ പ്രസ്സിങ് ചെയ്യുന്നതിനൊക്കെ മുൻപായിട്ട് അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഡാമേജ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. നമുക്കിപ്പോ കാണാൻ പറ്റുമല്ലോ എന്തെങ്കിലുമൊക്കെ ഡാമേജുകളോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാമേജ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ അതിനെ പരിശോധിച്ച് റിപ്പയർ ചെയ്യണം, അതിനെ നന്നാക്കണം. അല്ല എന്നുണ്ടെങ്കിലോ അത് ഒത്തിരി ഡാമേജ് ഒക്കെ സംഭവിച്ചതാണെങ്കിൽ പിന്നെ അത് ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്യണം? അതിന് പകരം ഒരെണ്ണം റീപ്ലേസ് ചെയ്ത് വെക്കുക. കിട്ടിയോ? അപ്പൊ തേർഡ് പോയിന്റ് കിട്ടിയോ? എന്താണ്? ഒന്നില്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് റിപ്പയർ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ടുള്ള റീപ്ലേസ് ചെയ്യുക. ദെൻ ഫോർത്ത് വൺ നോക്കിയേ, ടു ഡിസ്ട്രിബ്യൂട്ട് clean linen to the respective user department as needed. ഇനി എന്താണ്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് എന്തൊക്കെയാണോ ആവശ്യമായിട്ട് വരുന്നത് ആ റെസ്പെക്റ്റീവ് യഥാക്രമത്തില് അത് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ക്ലീൻ ചെയ്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ത് ചെയ്യണം? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണോ വരുന്നത് അത് എല്ലായിടത്തേക്കും എന്ത് ചെയ്യുക? വിതരണം ചെയ്യുക. ഇതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. ഫിഫ്ത് പോയിന്റ് നോക്കി, ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. എന്താണ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്?
വിവര പട്ടികകള്. അതായത് ഇത്ര ലിനൻസ് നമ്മൾ പ്രോസസ് ചെയ്ത് വെച്ചു, അതിനൊരു കണക്കുണ്ടായിരിക്കും അല്ലെ, അതായത് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. വെരി ഗുഡ്, ഒരു കണക്കുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു കണക്ക് എത്ര ഡിപ്പാർട്ട്മെന്റിന് ഇന്ന മെറ്റീരിയൽസ് നമ്മൾ ഇത്ര കൊണ്ടുവന്നതിന്റെ അത് പ്രോസസ് ചെയ്യുന്നതിന്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ടുകൾ ചെയ്തു വെക്കണം. അത് എന്തായാലും വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള വിവര പട്ടികകൾ എത്ര ലിനൻസ് നമ്മൾ അവിടെ പ്രോസസ് ചെയ്തു, ഒറ്റ ടൈം എത്ര എണ്ണം നമ്മൾ പ്രോസസ് ചെയ്തു, ഏതൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഇൻവെന്ററീസ് അല്ലെങ്കിൽ വിവര പട്ടികകൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. അതുപോലെ തന്നെ നെക്സ്റ്റ് 6th അതോടൊപ്പം തന്നെ പറയുന്നതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട രജിസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, പല ടൈപ്പിലുള്ള കാര്യങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന രജിസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ആ രജിസ്റ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യുക, നിലനിർത്തുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്ന ഫങ്ഷൻസ് വരുന്നത്. ഒന്നാമത് എന്താണെന്ന് പറഞ്ഞത്, സോയിൽഡ് ആയിട്ടുള്ളതും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസും എന്ത് ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുക. രണ്ടാമതായി പറഞ്ഞ എന്താ, അതിലാ പ്രോസസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. അതായത് സോർട്ടിങ് ചെയ്യുന്നു, സ്ലൂയിസിങ് ചെയ്യുന്നു, ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്നു, വാഷിംഗ് ചെയ്യുന്നു, അത് എക്സ്ട്രാക്ടിങ് ചെയ്യുന്നു, കണ്ടീഷനിങ് ചെയ്യുന്നു, അയണിങ് ചെയ്യുന്നു, അതിനുശേഷം പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തേർഡ് പോയിന്റ് നോക്കിയേ, to inspect and repair damaged materials അല്ലെ. ഡാമേജ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ നന്നാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ഡാമേജ് ഒക്കെ വന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക അല്ലെ, റീപ്ലേസ് ചെയ്യുക. Then fourth point എന്താ പറഞ്ഞത്, to distribute clean linen to the respective user departments. എന്താണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെയാണോ ആവശ്യമായിട്ട് വരുന്നത്, യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിരുന്നത് ഏതൊക്കെയാണോ വരുന്നത്, അതെന്ത് ചെയ്യുക, ഈ ക്ലീൻ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിനൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ നടത്തുക അല്ലെങ്കിൽ വിതരണം നടത്തുക. ഫിഫ്ത് പോയിന്റ് എന്താ പറയുന്നത്, ഇൻവെന്ററീസ്, ഇങ്ങനെ പ്രോസസ് ചെയ്ത ലിനനുമായി ബന്ധപ്പെട്ട വിവര പട്ടികകള് തയ്യാറാക്കുക അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താ, മറ്റ് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ രജിസ്റ്റേഴ്സും നിലനിർത്തുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ലോണ്ടറി സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Then the responsibility of the department is to manage technical functions. എന്താണ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പറഞ്ഞത് ടു മാനേജ് ടെക്നിക്കൽ ഫങ്ഷൻസ്. ഇവിടെ എന്താണ് ടെക്നിക്കൽ ഫങ്ഷൻസിന് ഇമ്പോർട്ടൻസ്? ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ടെക്നിക്കൽ ഫങ്ഷൻസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളത്? എന്തൊക്കെയായിരിക്കും? വെരി ഗുഡ്, മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ വാഷിംഗ് മെഷീൻസ് ആയിക്കോട്ടെ, മറ്റെന്തിലാണെങ്കിലും അയണിലായിക്കോട്ടെ, അതുപോലെ സ്റ്റീമിങ് ചെയ്യാനായിട്ടൊക്കെ ആയിക്കോട്ടെ, എല്ലാത്തിനും മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മെഷീൻസ് എന്ത് ചെയ്യണം, അതിന്റെ ഫങ്ഷൻസ് ആര് മാനേജ് ചെയ്തിരിക്കണം? ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ മാനേജ് ചെയ്യണ്ടേ? അപ്പൊ അത് ആരുടെ ഉത്തരവാദിത്വം തന്നെയാണ്? ഈ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഉത്തരവാദിത്വമാണ് അല്ലെ. അപ്പൊ അവിടെ ആദ്യത്തേതായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി പറയുന്നത് എന്താ, ടെക്നിക്കൽ ഫങ്ഷൻസ്, സാങ്കേതിക പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുക. അവിടെയുള്ള മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെ ഒക്കെ എന്താണ് ടെക്നിക്കൽ ഫങ്ഷൻസ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. Then determine of the type of linen to be purchased and the quality of materials in stock. എന്താണ്, അവരുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ട് എത്ര ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് എത്ര അളവിലുണ്ട്, സ്റ്റോക്ക് എത്രയുണ്ട്, അതുപോലെ അതിനനുസരിച്ച് ഏതൊക്കെ ടൈപ്പ് ഓഫ് ലിനൻ പർച്ചേസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതും ആരാണ്? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ? എത്ര മെറ്റീരിയൽസ്, അതിന്റെ ക്വാളിറ്റി, അളവ്, എത്ര മെറ്റീരിയൽസ് അവിടെ, എത്ര അളവിൽ മെറ്റീരിയൽസ് അവിടെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഏതൊക്കെ ലിനനുകൾ, ഏതൊക്കെ ടൈപ്പുകളാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത്? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ്.
എന്തൊക്കെയാ പറഞ്ഞത്? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ ഫങ്ഷൻസിനെ മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ സ്റ്റോക്കിലുള്ള ആ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, സ്റ്റോക്ക് ആയിട്ടിരിക്കുന്ന എത്ര മെറ്റീരിയൽസ് ഉണ്ട്, അതിന്റെ എത്ര അളവ് ഉണ്ട്, അതുപോലെ ഓരോ മെറ്റീരിയൽസിന്റെയും ക്വാണ്ടിറ്റി എത്രയുണ്ട് എന്നുള്ള കാര്യം നോക്കിയിട്ട് അതിനനുസരിച്ച് ഏതൊക്കെ ടൈപ്പ് ഓഫ് ലിനൻ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണ് വാങ്ങിക്കേണ്ടത് എന്നുള്ള കാര്യം പർച്ചേസ് ചെയ്യേണ്ടത് ഏതാണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതിനുള്ള റെസ്പോൺസിബിലിറ്റിയും ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ്. റിക്വയർമെന്റ്സ് ഫോർ ലിനൻ വേരി ഇൻ വേരിയസ് ഏരിയ അല്ലെ. ഓരോ ഏരിയക്ക് അനുസരിച്ച് റിക്വയർമെന്റ്സ് ലിനൻ ആവശ്യകതകൾ വ്യത്യസ്തമായിരിക്കും അല്ലെ. ഓരോ ഏരിയയിലും വ്യത്യസ്തമായിട്ടുള്ള തുണിത്തരങ്ങളായിരിക്കും ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളല്ലേ വേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും അതെ എന്താണ് പല ഏരിയാസിലും പലതരത്തിലുള്ള ലിനനുകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങളാണ് വേണ്ടി വരാറ്. And the hospital needs to provide sufficient quantity of linen for circulation as well as a rest period in storage. അപ്പോൾ ഇവിടെ ഓരോ ഏരിയയിലേക്കും പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ലിനനുകളാണ് ആവശ്യമായിട്ട് വരാറ്. എന്നാൽ അത് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ ലിനനുകൾ ഉണ്ടോ അതൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതായത് സർക്കുലേഷന് വേണ്ടിയിട്ട് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്, വാഷ് ചെയ്യാൻ കൊണ്ടുവരുന്നതും അത് തിരിച്ച് അവർക്കിലേക്ക് എത്തിക്കുന്നതും ക്ലീൻ ചെയ്തിട്ട് തിരിച്ചെത്തിക്കുന്നതും. എന്നാൽ ഈ ഒരു സർക്കുലേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ അവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോ മറ്റൊരെണ്ണം അവിടെ അതിന് പകരം കൊടുത്തിരിക്കണം. എന്നാലല്ലേ ആ സർക്കുലേഷൻ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ സർക്കുലേഷൻ നടക്കുന്ന സമയത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലുള്ള ലിനനുകള് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. വേണ്ടേ? അതല്ലെങ്കിൽ ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് കളക്ട് ചെയ്ത് അത് പ്രോസസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വരെ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പകരം കൊടുക്കാൻ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൊണ്ടുവരുമ്പോ മറ്റൊരെണ്ണം എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. അപ്പൊ അങ്ങനെ സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഫീഷ്യന്റ് മതിയായ ക്വാണ്ടിറ്റിയിലുള്ള മതിയായ അളവിലുള്ള ലിനൻസ് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹോസ്പിറ്റലുകാരാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആസ് വെൽ ആസ് റെസ്റ്റ് പീരിയഡ് ഇൻ സ്റ്റോറേജ്. അല്ലാന്നുണ്ടെങ്കിലോ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോ ചില ആവശ്യങ്ങൾ വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളാണെങ്കിലും അത് എന്ത് ചെയ്തിരിക്കണം, അവിടെ സ്റ്റോർ ചെയ്ത് ഉണ്ടായിരിക്കണം. അല്ലാതെ അന്നേരം പോയി നമുക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ തയ്പ്പിക്കാനോ ഒക്കെ സമയം ഉണ്ടാവോ? ഇല്ല. അപ്പൊ ആവശ്യങ്ങൾ ഇല്ല എങ്കിൽ പോലും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാകത്തിനും അതുപോലെ അത് സർക്കുലേറ്റ് ചെയ്യാനായിട്ടും എന്താണ് ശരിയായ അളവിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള ലിനനുകള് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലുകാരാണ്. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ പറഞ്ഞത് ഫെസിലിറ്റീസ് മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ക്ലിയർ ആയോ? 6 പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. അപ്പൊ നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും നമ്മൾ ലൊക്കേഷനും ഡിസൈനും പഠിക്കണമല്ലോ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീടുകളിലാണ് നമ്മൾ അലക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും ആ അലക്കുന്ന തുണികൾ വിരിക്കുക? എങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും? എങ്ങനെയുള്ള സ്ഥലമായിരിക്കണം? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ഓരോരുത്തരും ഒന്ന് മെസ്സേജ് അയച്ചേ. എങ്ങനെയുള്ള സ്ഥലമായിരിക്കണം? സൺലൈറ്റ് വേണം. വെരി ഗുഡ്, സൺലൈറ്റ് വേണം അല്ലെ, നമ്മുടെ സൂര്യപ്രകാശം വേണം. ശരിയാണ്. ഇനി രണ്ടാമത്തെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. ശരിയാണ്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? പിന്നെ എങ്ങനെ പെട്ടെന്ന് ഉണങ്ങണമെങ്കിൽ എങ്ങനെയായിരിക്കണം? അതെ, താഴത്തെ സ്പേസ് വേണം അല്ലെ. സ്പേസ് ഉള്ള ഒരു സ്ഥലത്തെ നമുക്ക് വിരിക്കാൻ പറ്റുള്ളൂ അല്ലെ. അതെ, നാച്ചുറൽ ആയിട്ടുള്ള വെന്റിലേഷൻ വേണം. അതുപോലെ സൺലൈറ്റ് അല്ലെങ്കിൽ ഡേ ലൈറ്റ് അല്ലെ. പ്രധാനമായിട്ടും നമ്മൾ ഡേ ലൈറ്റ് അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, പകലായിട്ടുള്ള പകൽ വെളിച്ചം വേണം. അതുപോലെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള വായു സഞ്ചാരം അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള വെന്റിലേഷൻ വേണം. പിന്നെ ഇങ്ങനെയുള്ള ഇത് എവിടെയായിരിക്കണം? പ്രധാനമായിട്ടും ഇത് എന്തിനോടൊക്കെ അടുത്തായിരിക്കണം? ഇവിടെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടി വരുന്ന സാധനങ്ങള്? വാട്ടർ സപ്ലൈ വേണം. ശരി. പിന്നെ എന്ത് വേണം? മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വാട്ടർ സപ്ലൈ വേണം. അതുപോലെ മെഷീൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പവർ സപ്ലൈ വേണം. വെരി ഗുഡ്, പവർ സപ്ലൈ വേണം. കറണ്ട് അല്ലെ, ഇലക്ട്രിസിറ്റി വേണം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വേണം? അയണിങ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞില്ലേ, മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ അവിടെ എന്ത് വേണം? എന്താണ്? സ്റ്റീം വേണം അല്ലെ. സ്റ്റീം വേണം. അതുപോലെ തന്നെ
കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ വേണം അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലൊക്കെ ആണെങ്കിൽ അത് നല്ല പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ, ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നോക്കിയേ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ദ ലോണ്ടറി ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ ആൻ ഏരിയ ദാറ്റ് ഹാസ് സഫിഷ്യന്റ് ഡേ ലൈറ്റ്. എങ്ങനെയുള്ളവരായിരിക്കണം ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ്? സഫിഷ്യന്റ് ഡേ ലൈറ്റ് ആൻഡ് നാച്ചുറൽ വെന്റിലേഷൻ. പ്രകൃതിദത്തമായിട്ടുള്ള വായു സഞ്ചാരം ഉള്ള സ്ഥലവുമായിരിക്കണം സഫിഷ്യന്റ് ആയിട്ടുള്ള ഡേ ലൈറ്റ്. എന്താണ്? പകൽ വെളിച്ചവും കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം ഈ ലൊക്കേഷൻ വരേണ്ടത്, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ലൊക്കേഷൻ വരേണ്ടത്. കിട്ടിയോ? ടിപ്പിക്കലി ഇറ്റ് ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എവിടെ തന്നെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. വൺ ഐസൊലേറ്റഡ് ബിൽഡിംഗ്, ഒരു സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരിക്കണം. ആൻഡ് സിറ്റുവേറ്റഡ് നെക്സ്റ്റ് ടു ആൻ ഓർ അഡ്ജസന്റ് ടു ദ വാട്ടർ ആൻഡ് പവർ പ്ലാന്റ് away from the main service area. ഹോസ്പിറ്റലിലെ മെയിൻ സർവീസ് ഏരിയ, അതായത് നമ്മുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ പ്രധാനമായിട്ടും തിരക്ക് വരുന്ന ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ മാറി ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു രീതിയിലായിരിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഈ ബിൽഡിംഗ് വരേണ്ടത്. കാരണം ഇത് എന്താണ്, ഇവിടെ ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന മെറ്റീരിയൽസിൽ നിന്നൊക്കെ സ്പ്രെഡ് ചെയ്യാം. അപ്പൊ ഒരുമിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി ഒരുമിച്ച് വെക്കാതെ ഇത് എന്ത് ചെയ്യുന്നു, കുറച്ചധികം പ്രോസസ്സും പ്രൊസീജിയേഴ്സും ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഇതൊക്കെ ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഇത് വെക്കേണ്ടത്. ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. അതുപോലെ ഇത് എന്തിനോടൊക്കെ സമീപത്തായിരിക്കണം എന്നാണ് പറയുന്നത്. അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് സമീപത്ത് കേട്ടോ, സമീപത്തായിരിക്കണം. വാട്ടർ സപ്ലൈ വേണം അല്ലെ, വാട്ടറിന്റെയും പവർ പ്ലാന്റിന്റെയും വൈദ്യുതിയുടെയും അടുത്തായിരിക്കണം. അപ്പൊ വാട്ടർ നല്ല രീതിയിൽ കിട്ടുന്ന സോഴ്സിനടുത്തായിരിക്കണം. അതുപോലെ തന്നെ പവർ പ്ലാന്റിന്റെയും അടുത്തായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. ക്ലിയർ ആയോ? The department should be situated close to the elevators and must permit easy movement of linen to different area. ഈ ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കണം? മറ്റൊരു കാര്യം പറയുന്നത് എന്താ? സിറ്റുവേറ്റഡ് ക്ലോസ് ടു ദ എലിവേറ്റേഴ്സ്. എന്താണ് എലിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? എലിവേറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ? എലിവേറ്റേഴ്സ് ലിഫ്റ്റുകൾ അല്ലെ, അതായത് മുകളിലേക്ക് പോകാൻ സഹായിക്കുന്നതായിട്ടുള്ള ലിഫ്റ്റുകൾ പോലെയുള്ളവയുടെ അടുത്തായിരിക്കണം ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വെക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാ? ഇത് പല ഏരിയയിൽ നിന്നാണ് ഈ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ പല ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരണം. അതുപോലെ ഇവിടെ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ലിനനുകൾ, ക്ലീൻ ആക്കിയിട്ടുള്ള ലിനനുകൾ ഈ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ തിരിച്ചെത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഈസി മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എലിവേറ്റേഴ്സിന്റെ അടുത്തായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സിറ്റുവേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. Then the hospital laundry manages specialty items and tasks which mainly include disinfection and infection control of normally stained linens as well as infected linen. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ ലോണ്ടറി, അതായത് അത് എന്തിനൊക്കെ മാനേജ് ചെയ്യണം എന്നാണ് പറയുന്നത്. മെയിൻലി എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ്, അതായത് ഡിസ്ഇൻഫെക്ഷൻ വേണം. എന്താണ്? അണുനശീകരണം വേണം അല്ലെ. അതായത് ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകളുണ്ട്, നോർമലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകളുണ്ടല്ലോ, അതുപോലെ തന്നെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ലിനനുകളുമുണ്ട് അല്ലെ. രണ്ടു തരത്തിലുള്ള ലിനനുകളുണ്ട്. ഇവയിൽ നിന്നൊക്കെ വരുന്ന ഇൻഫെക്ഷൻസിനെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യണം വേണ്ടേ. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ലോണ്ടറി, ഹോസ്പിറ്റൽ ലോണ്ടറി പ്രധാനമായിട്ടും വരുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ലോണ്ടറി പ്രധാനമായിട്ടും മാനേജ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഏത് ക്ലോത്ത് ആയിക്കോട്ടെ, ഇപ്പൊ നോർമലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനൻ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ ആയിക്കോട്ടെ, ഇവ രണ്ടുമാണെങ്കിലും അതിനെ രണ്ടിനെയും എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്ഷൻ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ ലോണ്ടറിയെ പ്രധാനമായിട്ടും മാനേജ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. There should be separate infection areas from the reception areas. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ
ഇവിടെ വേണം. ഹോസ്പിറ്റലില് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു സെപ്പറേറ്റ് ഇൻഫെക്ഷൻ ഏരിയ, മറ്റു ഏരിയാസിൽ നിന്നും ഒരു സെപ്പറേറ്റ് ഇൻഫെക്ഷൻ ഏരിയ ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി സഫിഷ്യന്റ് പവർ, അല്ലെ? ആവശ്യത്തിനനുസരിച്ച് ആവശ്യമായ അളവില് വൈദ്യുതി കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം. അതുപോലെ എന്താ, സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീം വേണം, അല്ലെ? നീരാവി അല്ലെങ്കിൽ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീമും ഉണ്ടായിരിക്കണം. ആസ് വെൽ ആസ് കറക്റ്റ് ടെമ്പറേച്ചർ, നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള താപനിലയും അവിടെ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങള് കറക്റ്റ് ആയ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള പവറും വാട്ടറും അതുപോലെ സ്റ്റീമും ടെമ്പറേച്ചറും ഒക്കെ കിട്ടിയാൽ മാത്രമേ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ഈസി അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നടക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ലൊക്കേഷൻ ആൻഡ് ഡിസൈനുമായി ബന്ധപ്പെട്ട് വേണം. എന്തൊക്കെയായിരുന്നു? സഫിഷ്യന്റ് ആയിട്ടുള്ള ഡേ ലൈറ്റ് ആൻഡ് നാച്ചുറൽ വെന്റിലേഷൻ വേണം. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. അത് എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്? മെയിൻ സർവീസ് ഏരിയയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിലായിരിക്കണം ഈ ബിൽഡിംഗ് വരേണ്ടത്. ഇനി എന്തിനോടൊക്കെ അടുത്തായിരിക്കണം എന്നാണ് പറയുന്നത്? വാട്ടർ ആൻഡ് പവർ പ്ലാന്റുകളിനോട് അടുത്തായിരിക്കണം. കാരണം അവിടെ എന്താണ് പ്രധാനമായിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ വെള്ളം വേണം, അതുപോലെ അവിടെ മെഷീൻസ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കറണ്ട് വേണം, അല്ലെ? അപ്പൊ അവിടെ മെയിൻ സർവീസ് ഏരിയ എന്ന് പറയുന്ന ഹോസ്പിറ്റലിന്റെ എവിടെയാണ്? പ്രധാനമായിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ, പ്രധാന സർവീസുകൾ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ. അവയും ഇതുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല, അല്ലെ? ഇവ എന്താണ്? മറ്റ് വാഷ് ചെയ്യുകയും അവിടെ എന്താണ് അയൺ ചെയ്യുകയും അങ്ങനെയുള്ള പ്രോസസ്സുകളല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു ഡിപ്പാർട്ട്മെന്റിനോട് അടുത്ത് വെക്കാതെ ഇത് എന്ത് ചെയ്യുന്നു? ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് മാറ്റി അവിടെ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തിനു വേണം? നല്ല രീതിയിൽ വാട്ടർ കിട്ടുന്നതായിരിക്കണം, പവർ പ്ലാന്റുകളിനോട് അടുത്തായിരിക്കണം. അപ്പൊ എന്താണ് ആ പ്രൊസീജിയർ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് എന്തിനോട് ക്ലോസ് ആയിരിക്കണം? എലിവേറ്റേഴ്സിനോട് അല്ലെങ്കിൽ ലിഫ്റ്റുകൾ പോലെയുള്ള സംവിധാനങ്ങളോട് ഏറ്റവും ക്ലോസ് ആയിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. കാരണം എന്തിനാ? പല ഏരിയാസിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മെറ്റീരിയൽസിനെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എലിവേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റുകൾ പോലെയുള്ളവരുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ വളരെ അടുത്തായിട്ട് വെക്കുന്നത്. ഇനി എന്താ പറഞ്ഞത്? ഇവിടെ രണ്ട് തരത്തിലുള്ള, ഇപ്പൊ സോയിൽഡ് ആയിട്ടുള്ള നോർമൽ ആയിട്ട് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകളായിക്കോട്ടെ, എല്ലാത്തിനെയും പ്രോസസ് ചെയ്യണം, അല്ലെ? അതിനെല്ലാം ഡിസ്ഇൻഫെക്ഷൻ ചെയ്തിട്ട് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു മാനേജ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യം പ്രധാനമായിട്ടും ഇത് തന്നെയാണ്. ഇനി ഇവിടെ എന്താണ്? ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഏരിയ, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകൾ പ്രോസസ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ അവിടെ സഫീഷ്യന്റ് ആയിട്ടുള്ള പവർ സപ്ലൈ വേണം, സഫീഷ്യന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീം വേണം, അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും ആവശ്യമാണ്. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻസ് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത്രയും എടുത്തതില് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷ് അല്ലേ നെക്സ്റ്റ് ക്ലാസ്? ടീച്ചർക്ക് ലീവ് ആണ്. അപ്പൊ ഞാൻ തന്നെയായിരിക്കും നെക്സ്റ്റ് ക്ലാസ് ഒരു ഹാഫ് ആൻ അവർ കൂടി കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. നിങ്ങളൊരു 5 minutes ബ്രേക്ക് എടുത്തോ. ലീവ് ചെയ്ത് പോവണ്ട, 5 minutes ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ 34 ആയി, ഒരു 42 ഒക്കെ ആകുമ്പോഴേക്കും പോരെ കേട്ടോ. 40 ഒക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്റർ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഈസി ആണല്ലേ? എല്ലാവർക്കും എന്താ തോന്നണ? ആരില്ലേ? ഹലോ, ഈസിയാണ്.
ആ അതെ അതെ. മറ്റേ ഡയാലിസിന്റെ ചാപ്റ്റർ എങ്ങനെയുണ്ട്? അത് ഈസിയാ, കുഴപ്പമൊന്നും തോന്നിയില്ല. എനിക്ക് മറ്റേ 31 ചാപ്റ്റർ ഉണ്ടല്ല, സ്പിൻഡേജ് വേസ്റ്റ്, അത് എങ്ങനെയുണ്ട്? കുറച്ച് ലെങ്തി അല്ലേ അത്? അത് പക്ഷെ എല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, റിപ്പീറ്റ് വരുന്നത്. ഒരു പഠിച്ചു അത് പക്ഷെ കുറച്ച് ലെങ്തി ആണ് ചാപ്റ്റർ. പക്ഷെ സെയിം കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യണം, ചില സൊല്യൂഷൻസ് മാത്രം വ്യത്യാസം. അതെ 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 അതെ. ഞാനടുത്ത് ഇംഗ്ലീഷ് അല്ലേ? അതെ ഇംഗ്ലീഷ് ആണ്. ഇനി അശ്വതി മാം അല്ലേ? ഇംഗ്ലീഷ് ഇല്ല ഇന്ന്. അതെന്താണ്? ഇപ്പൊ ഫ്രീ പീരീഡ് ആണോ നെക്സ്റ്റ്? അല്ല, അരമണിക്കൂർ കൂടി ഇത് കണ്ടിന്യൂ ചെയ്യും, ലോണ്ടറി സർവീസ് കണ്ടിന്യൂ ചെയ്യും. ശരി, 3 ഞാൻ മണി വരെ ഉണ്ടാവില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചാർജർ. കൊറേ പോർഷൻസ് കവർ ചെയ്യാനുണ്ടല്ലേ? കൊറേ ദിവസം ക്ലാസ് ഉണ്ടായില്ലല്ലോ, 1 വീക്ക്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ എക്സാം എപ്പോഴാന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? 2 മാസം കഴിഞ്ഞിട്ടല്ലേ എക്സാം ഇടണമെന്നല്ലേ പറഞ്ഞത്? 3 മാസം എന്നല്ലേ പറഞ്ഞത്? 3 മാസം എന്നാണ് തോന്നുന്നു. 2 months ഈ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റും ഫസ്റ്റ് സെക്കൻഡും മൊഡ്യൂൾ എക്സാം 3 മാസം കഴിയുമ്പോ ഒരു എക്സാം. പിന്നെ ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്. ഫസ്റ്റ് മൊഡ്യൂൾസ് എന്ന് പറയുമ്പോ അപ്പൊ എത്ര ചാപ്റ്റർ ആണ്? ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങി 15ാമത്തെ ചാപ്റ്റർ അല്ലേ? ഫസ്റ്റും സെക്കൻഡും മോഡ്യൂൾ കഴിഞ്ഞിട്ടല്ലേ എക്സാം? അതെ അതെ. ഫസ്റ്റും സെക്കൻഡും അല്ലേ PDF എടുത്തേക്കണം എല്ലാരും? അതെ. അത് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി ടോട്ടല് 50 എത്രയോ ചാപ്റ്റർ ഉണ്ട് നമുക്ക്. 56 അങ്ങോട്ടോന്ന് തോന്നുന്നു. നമുക്ക് 4 മോഡ്യൂൾ ഉണ്ട്, അതിൽ 2 മോഡ്യൂളാണ് ഇപ്പൊ അപ്പൊ തന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സാം. 2 മോഡ്യൂൾസ് കഴിഞ്ഞിട്ടാണ് എക്സാം വരുന്നല്ലേ? അപ്പൊ 35 ചാപ്റ്റർ ശരിക്കും പറഞ്ഞ. അനു ഉണ്ടോ ഇവിടെ? അനു ഉണ്ടോ ഇവിടെ? 50 പേരുണ്ട് ഇതില്. അനു ഉണ്ടാടി? അനു മനീഷൊക്കെ ഉണ്ടാ? അനു മിണ്ടണില്ലാളാ. മിണ്ടാണ്ടിരിക്കണ കൊച്ചു കള്ളി. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. യെസ് മാം. യെസ് മാം.
ഓക്കെ, അപ്പൊ നമ്മള് എവിടെ വരെയാ പറഞ്ഞത്? ഫെസിലിറ്റീസ് അല്ലെ? ഫെസിലിറ്റീസ് വരെയാണ്. ഫെസിലിറ്റീസ് പറഞ്ഞില്ലല്ലോ, ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ അല്ലേ പറഞ്ഞത്? ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ വരെ പറഞ്ഞു. നെക്സ്റ്റ് ആണ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ലിനൻ സർവീസസിന്റെ ആ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുമായി ബന്ധപ്പെട്ട് അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ഫെസിലിറ്റീസും സ്പേസസും ഒക്കെ വേണം. ഏതൊരു ഡിപ്പാർട്ട്മെന്റിന്റെയും ഉള്ളിൽ എന്തൊക്കെ വേണം എന്നുള്ളത്, എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം എന്നുള്ളത് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ഇവിടെയും കുറച്ച് ഫെസിലിറ്റീസും സ്പേസ് നെസസിറ്റീസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണം. എന്തൊക്കെയാണ് ബേസിക് റിക്വയർമെന്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്? ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമായിട്ട് വേണ്ട ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഡീകണ്ടാമിനേഷൻ ഏരിയ. എന്താണ് ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ? അതിന് വരുന്നത് എന്താണ്? സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. എന്താണ് സ്ലൂയിസിങ്? നിങ്ങൾ പറഞ്ഞത് എന്താ സ്ലൂയിസിങ്? നമ്മൾ പറഞ്ഞ കാര്യമല്ലേ, വാഷിംഗ് അല്ലെ? വെരി ഗുഡ്, വാഷിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാ വാഷ് ചെയ്യുന്നത്? ഡിസ്ഇൻഫെക്റ്റിംഗ് അല്ലെ? അതായത് അണുവിമുക്തമാക്കാനായിട്ട് അല്ലെങ്കിൽ ശുചീകരണം നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതാണ് സ്ലൂയിസിംഗ് എന്നുള്ളത് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഡിസ്ഇൻഫെക്റ്റൻ ചെയ്യുന്നു അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്നു. അതുപോലെ ആ ഒരു ഏരിയ ആണ് ഡീകണ്ടാമിനേഷൻ ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ കുറച്ച് ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടാണ് ഓരോ പ്രോസസ്സും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഡീകണ്ടാമിനേഷൻ ഏരിയ അതൊരു സെപ്പറേറ്റ് ഏരിയ ആണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഒരു ഫെസിലിറ്റി നോക്കിയേ, ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ് ആൻഡ് വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഏരിയ ഉണ്ടാവേണ്ടത്? ഏരിയാസ് എന്തിനൊക്കെ വേണ്ടിയിട്ട് വേണം? റിസീവ് ചെയ്യാൻ അല്ലെ? ആ വരുന്ന മെറ്റീരിയൽസിനെ കളക്ട് ചെയ്യണം വേണ്ടേ? ആ കളക്ട് ചെയ്ത് വരുന്ന മെറ്റീരിയൽസ് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യോ? വാഷ് ചെയ്യോ? ഉടനെ തന്നെ വാഷ് ചെയ്യോ? പല ഏരിയാസിൽ നിന്നും മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. അത് അതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീടുകളിലാണെങ്കിലും പല റൂമുകളിൽ നിന്ന് നമുക്ക് എന്താണ് വെരി ഗുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെ? അതായത് ആ മെറ്റീരിയൽസ് റിസീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അതെന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മൾ വാഷ് ചെയ്യില്ല. അതിന് മുൻപായിട്ട് അത് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നതിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? അത് സോർട്ടിങ് നടത്തും അല്ലെ? സോർട്ടിങ് എന്താണ്? തരംതിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതൊന്നും ഓരോ പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നത് മാത്രം. സോർട്ടിങ് ചെയ്യും, തരംതിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? വാഷർ ലോഡിംഗ് ഓഫ് സോൾഡ് ലിനൻ. സോൾഡ് അല്ലെങ്കിൽ അഴുക്കുകളുള്ളതാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? വാഷറിൽ ലോഡ് ചെയ്യുന്നു. വാഷിംഗ് മെഷീൻസിലോട്ട് ലോഡ് ചെയ്ത് കഴുകിയെടുക്കാനായിട്ട്. അപ്പൊ അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയാസ് വേണോ? തേർഡ് പോയിന്റ് നോക്കി, പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. എന്തൊക്കെ വേണം അവിടെ? എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം? ഇതുമായി ബന്ധപ്പെട്ട വാട്ടർ സപ്ലൈ വേണം വേണ്ടേ? സ്റ്റീം സപ്ലൈ വേണം. അതുപോലെ തന്നെ പവറും ഉണ്ടായിരിക്കണം. ഇതിന്റെയൊക്കെ സപ്ലൈ ഇതൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്നാലല്ലേ അവിടെ പ്രോപ്പർ ആയിട്ട് മെഷീൻസും കാര്യങ്ങളൊക്കെ ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ദെൻ ഫോർത്ത് പോയിന്റ് നോക്കി, ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം. എന്താണ്? ക്ലീൻ ആയിട്ടുള്ള ലിനനുകളെ പ്രോസസ് ചെയ്യാനായിട്ടുള്ള റൂം. അതൊരു സെപ്പറേറ്റ് ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് ആണ് നമ്മൾ പറയുന്നത്. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം. വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങളെ പ്രോസസ് ചെയ്യാനായിട്ടുള്ള ഒരു റൂം വേണം. ദെൻ സ്റ്റാഫ് ഫെസിലിറ്റീസ് വേണ്ടേ? സ്റ്റാഫുകളുടെ സൗകര്യങ്ങൾ വേണ്ടേ? അതോ ഒന്നോ രണ്ടോ സ്റ്റാഫുകൾ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഒരു ഹോസ്പിറ്റലിലെ ഒന്നോ രണ്ടോ സ്റ്റാഫുകൾ മതിയോ ഈ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? അതിനാവശ്യമായിട്ടുള്ള അല്ലെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് ഫെസിലിറ്റീസ് വേണം അല്ലെ? മതിയായിട്ടുള്ള സ്റ്റാഫുകൾ ഇവിടെ ആവശ്യമാണ്. അതും ഇതിന്റെ ഒരു ഫെസിലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഏരിയ ഫോർ അയണിങ് അല്ലെ? അയൺ ചെയ്യാനായിട്ട് ഒരു ഏരിയ വേണം. സീവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സീവിംഗ് തയ്ക്കുക അല്ലെ? വെരി ഗുഡ്. തയ്യൽ അല്ലെങ്കിൽ അത് എന്താണ്? ടൈലറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ വേണം. അയൺ ചെയ്യാനായിട്ടുള്ള ഏരിയ വേണം. ആൻഡ് സ്വിങ് ആൻഡ് മെൻഡിങ് അതൊരുമിച്ചാണ് വരുന്നത്. എന്താണ് മെൻഡിങ് എന്ന് പറഞ്ഞത്? എന്താണ് മെൻഡിങ്? എന്താണ് മെൻഡിങ് എന്ന് പറഞ്ഞത്? പറ. എന്താണ് മെൻഡിങ് എന്നാണ് പറഞ്ഞത്? ഓർക്കുന്നില്ല ആരും? റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ നന്നാക്കുക. വെരി ഗുഡ്. റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ നന്നാക്കുക അല്ലെ? അപ്പൊ അവിടെ സീയിങ് എന്തിനാണ്? അത് തയ്യലിന്റെ ഭാഗമായിട്ട് തന്നെ അല്ലേ? നമുക്ക് അവിടെ റിപ്പയർ ചെയ്യണമെങ്കിൽ റിപ്പയർ ചെയ്യാം അല്ലെ? അല്ലെങ്കിൽ നന്നാക്കാം. അതാണ് സീയിങ് ഏരിയ എന്ന് പറയുന്നത്. അവിടെ അത് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ വേണം. ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ അല്ലെ? തുണികൾ ഉണക്കാനായിട്ടുള്ള ഒരു സ്ഥലം വേണമല്ലോ. അതിനും ഒരു ഏരിയ വേണം.
Then 7th നോക്കി സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം. അപ്പൊ നമ്മൾ ഈ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്ത് ഇത്ര പെർസെന്റേജ് ഒക്കെ മിക്സ് ചെയ്ത് പല സൊല്യൂഷൻസ് മിക്സ് ചെയ്ത് അങ്ങനെ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാനും അത് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട് ഒരു റൂം വേണം, സ്റ്റോറേജ് റൂം വേണം. ഞാൻ നോക്കി ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ്. എന്താണ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ്? നമ്മുടെ എല്ലാ ഡ്രസ്സുകളും ഹാൻഡ് വാഷ് ചെയ്യാൻ മെഷീൻ വാഷ് ചെയ്യാൻ പറ്റുമോ? എല്ലാ ഡ്രസ്സുകളും മെഷീൻ വാഷ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പുറമെ നിന്നൊക്കെ ആണെങ്കിൽ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുമ്പോ അല്ലെ എന്താണ് അതിൽ ചിലത് പറയുണ്ടാവും ഡ്രൈ ക്ലീനിങ് ഓൺലി, ചിലത് എന്താണ് ഹാൻഡ് വാഷ് ചെയ്യാം എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നത് കൈകൊണ്ട് കഴുകേണ്ടതായിട്ടുള്ള ഇതുണ്ടാവും അല്ലെ, മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് ഹാൻഡ് വാഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ നോക്കി ലോക്കബിൾ സ്റ്റോറേജ് ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായി വെക്കാനായിട്ട് ഒരു ലോക്കബിൾ ആയിട്ടുള്ള സ്റ്റോർ വേണം, ലോക്കുകളുള്ള ഒരു സ്റ്റോർ ഉണ്ടായിരിക്കണം. ഞാൻ എടുത്ത് നോക്കി ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ, അതായത് വൃത്തിയാക്കിയിട്ടുള്ള പ്രോസസ് ചെയ്ത് കഴിഞ്ഞ ലിനനുകൾ എന്ത് ചെയ്യണം? തുണികൾ ഇഷ്യൂ ചെയ്യാനായി വിതരണം ചെയ്യാനായിട്ട് ഒരു പ്രത്യേക കൗണ്ടർ ഉണ്ടായിരിക്കണം. Then 11th നോക്കിയേ സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ്സ് സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര. എന്തിനു വേണ്ടിയിട്ടൊക്കെ സ്റ്റോറേജ് പ്ലേസ് വേണം? ക്ലീനിങ് ഏജന്റുകള് അല്ലെങ്കിൽ ഡിറ്റർജന്റുകൾ പോലെയുള്ളവയൊക്കെ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യാനായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് വേണം. അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ലിനനുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒരു സ്പേസ് വേണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. 12th നോക്കി ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ് ആയിട്ട് അവിടെ എന്തൊക്കെയാ? വാഷിംഗ് മെഷീൻസ്, സ്ക്യൂസർ. സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്യൂസർ? അതെ, സ്ക്യൂസർ എന്ന് പറഞ്ഞ പിഴിയുക. ഇവിടെ ഒരു മെഷീനാണ്, ആ മെഷീനെ പറയുന്ന പേരാണ് സ്ക്യൂസർ. അപ്പൊ ആ മെഷീൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെരി ഗുഡ്. വാഷിംഗ് മെഷീനിലിട്ട് നമ്മൾ കഴുകിയെടുക്കുന്ന വസ്ത്രങ്ങളെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സ്കീസർ പോലെയുള്ള മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഒത്തിരി തുണികളില്ലേ, അപ്പൊ നമുക്ക് കുറച്ച് മതിയാവില്ല. അപ്പൊ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്കിംഗ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള മെഷീൻസ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വെക്കാനായിട്ട് ഇനഫ് സ്പേസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. ഞാൻ 13th നോക്കിയേ ഡെസ്കുകൾ വേണം, കൗണ്ടേഴ്സ് മേശകൾ വേണം, അതുപോലെ ക്യാബിനറ്റ്സ്. എന്താണ് ക്യാബിനറ്റ്സ്? ക്യാബിനറ്റ്സ് നമ്മുടെ വീടുകളിലൊക്കെ എവിടെയാ ഡ്രസ്സ് വെക്കുക? ഷെൽഫുകള്. ശരിയാണ്, ഷെൽഫുകള്, കബോർഡുകള്, അതുപോലെ അലമാരകൾ അല്ലെ. അലമാരകൾ പോലെയുള്ളവയൊക്കെ ഫയൽസും അതുപോലെ രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനും അതുപോലെ ഡ്രസ്സുകൾ പോലെയുള്ളവ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള സ്പേസുകളും ഇതിന് ആവശ്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാന ഫെസിലിറ്റീസ് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്പേസസ് ആണ് ഇതുമായി ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ടത്? ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം അല്ലെ, അതായത് ഡിസ്ഇൻഫെക്റ്റിന് വരുന്ന ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എന്ത് ചെയ്യുന്ന ശുചീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. രണ്ടാമതായിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം എന്നാണ് പറയുന്നത്? ഏരിയാസ് റിസീവ് ചെയ്യാൻ, തുണികൾ കളക്ട് ചെയ്യാൻ വേണം, അതുപോലെ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണം, അതിനെ സോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ വേണം, ലോഡ് ചെയ്യാൻ വാഷറിലോട്ട് ലോഡ് ചെയ്യാനായിട്ടുള്ളതും ഒരു ഏരിയ വേണം. അതുപോലെ എന്താ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, സ്റ്റീം ആൻഡ് പവർ സപ്ലൈയും ആ ഒരു ഏരിയയിലോട്ട് ഉണ്ടായിരിക്കണം. ക്ലീൻ ആയിട്ടുള്ള ലിനന്റെ പ്രോസസിംഗ് റൂമുകൾ ആവശ്യമാണ്, അതുപോലെ സ്റ്റാഫുകളുടെ ലഭ്യത ആവശ്യമാണ് അല്ലെ. എല്ലാവരും ഇതും ചെയ്യാനായിട്ട് സ്റ്റാഫുകളുടെ ലഭ്യത ആവശ്യമാണ്. അതുപോലെ അയണിങ് ഏരിയ വേണം, സ്വിമ്മിങ് ആൻഡ് വെന്റിങ്ങിനായിട്ടുള്ള ഒരു ഏരിയ വേണം, ഡ്രൈയിങ് ഏരിയയും വേണം. പിന്നെ എന്താ പറഞ്ഞത്? സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാൻ, ഇവിടെ ഡിസ്ഇൻഫെക്ഷനൊക്കെ ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനായിട്ടും ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടായിരിക്കണം. അതുപോലെ ഹാൻഡ് വാഷിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണുള്ളതെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് കൊടുത്തിരിക്കണം. അതുപോലെ ലോക്കബിൾ ആയിട്ടുള്ള സ്റ്റോറുകൾ, മെറ്റീരിയൽസ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കബിൾ ആയിട്ടുള്ള സ്റ്റോറുകളും വേണം. ഞാൻ എന്താ പറഞ്ഞേ? ക്ലീൻ ലിനൻ ആയിട്ടുള്ള ലിനനുകൾ ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ വിതരണം ചെയ്യാനായിട്ടുള്ള കൗണ്ടറുകൾ വേണം. അതുപോലെ എന്താ? ക്ലീനിങ് ഏജൻസ് സ്റ്റോർ ചെയ്യാനായിട്ടൊരു സ്ഥലം വേണം. സ്റ്റോറിംഗ് ക്ലീൻ ലിനൻസ്
പമ്പ് ഉപയോഗിക്കാത്തവയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ലിനനുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് വേണം. അതുപോലെ എന്താ ഹെവി എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻസ്, സ്ക്യൂസേഴ്സ് പോലെയുള്ളവ വെക്കാനായിട്ട്, അതിന്റെയൊക്കെ പ്രവർത്തനം നടത്താനായിട്ട് ഒരു ഇനഫ് സ്പേസും അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ അവിടുത്തെ ഫയൽസ്, രജിസ്റ്റേഴ്സ് പോലെയുള്ളവയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡെസ്കുകള്, മേശകള്, അലമാരകൾ പോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസ് അല്ലെങ്കിൽ സ്പേസുകളും ഫെസിലിറ്റീസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടായിരിക്കണം. ഫെസിലിറ്റീസ് മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായോ? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസിന്റെ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പറയുന്നത്. നോക്കി, an efficient and effective linen and laundry services can increase patient experience and reduce the danger of ക്രോസ് കണ്ടാമിനേഷൻ. എന്താണ് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കൃത്യതയും അതുപോലെ ഒരു ഫലപ്രദവുമായിട്ടുള്ള ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അതെന്തിനു സഹായിക്കുന്നു? ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് എക്സ്പീരിയൻസ് അല്ലെ. പേഷ്യൻസിന്റെ ആ ഒരു ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടി, അവർക്ക് അപ്പൊ എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? നല്ലതായിരിക്കും അല്ലെ. അവർക്കുള്ള അനുഭവം, ആ ഒരു ഹോസ്പിറ്റലിൽ വന്നു, അവർ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും കിട്ടി, അവർ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. എന്നാൽ ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരൊരു രോഗത്തിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിന് വന്നു, ഇവിടെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മളാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കൊരു ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവം മോശമായിരിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ലോണ്ടറി സർവീസ്, ഈ ലോണ്ടറി സർവീസ് ആണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് ഈ ലോണ്ടറി സർവീസിനാണ് സഹായിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ലോണ്ടറി സർവീസ് നല്ല എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം എങ്ങനെയായിരിക്കും? നല്ല രീതിയിൽ ആയിട്ട് മാറാനായിട്ട്, ഇൻക്രീസ് ദ പേഷ്യൻസ് എക്സ്പീരിയൻസ് നല്ല അനുഭവങ്ങള് കൂടാനായിട്ട് സാധിക്കും അല്ലേ. രണ്ടാമത് നോക്കി, ആൻഡ് റെഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്രോസ് കണ്ടാമിനേഷനിൽ വരുന്നത്. ഒന്ന് പറഞ്ഞു നോക്കിയേ, ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും? നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട്. ക്രോസ് കണ്ടാമിനേഷൻ, അതെ, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ്. അതെങ്ങനെയായിരിക്കും അത് നമ്മളിലേക്ക് പകരുന്നത്? എത്തുന്നത് എങ്ങനെയായിരിക്കും? ആലോചിച്ച് നോക്കിയേ. കിട്ടുന്നില്ല. അതെ, തുണികളിൽ നിന്ന് അല്ലെ. ശരിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുന്നു? ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പകരുന്നു അല്ലെ. അതായത് ക്ലീൻ അല്ലാത്തതായിട്ടുള്ള ക്ലോത്തുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പകരാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൽ നിന്ന്. ഇപ്പൊ നമ്മളിവിടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമല്ലേ പറയണേ. അപ്പൊ അവിടെ എങ്ങനെയാണ് വരുന്ന നമ്മുടെ അഴുക്കുള്ള അല്ലെങ്കിൽ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല അത് പ്രോസസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ചിലപ്പോ അവർ യൂസ് ചെയ്തവരായിരിക്കില്ലല്ലോ പിന്നീട് യൂസ് ചെയ്യുന്നത് ഇത് കൊടുക്കുമ്പോ. അപ്പൊ അങ്ങനെ പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? മറ്റൊരാൾക്ക്, ചിലപ്പോ വേറെ ആൾക്കാരായിരിക്കും അടുത്ത പ്രാവശ്യം അത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ഇതിൽ നിന്ന് അവരിലേക്ക് അത് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുന്നതിനെയാണ്, ഇൻഫെക്ഷൻസ് പകരുന്നതിനെയാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അതായത് മലിനീകരണം എന്നാണ് കണ്ടാമിനേഷൻ മെയിൻ ആയിട്ടുള്ള വാക്ക്. പക്ഷെ ഇവിടെ ക്രോസ് കണ്ടാമിനേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻസ് പകരുന്നുണ്ടെന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡേഞ്ചർ അല്ലെങ്കിൽ അപകടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കുറയ്ക്കാനായിട്ട് പറ്റുമല്ലോ. ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ശരിയായ രീതിയിൽ നല്ല എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലില് ആ പേഷ്യൻസിന്റെ എന്ത് ചെയ്യുന്നു, അവർ തമ്മിൽ അവർക്ക് പകരുന്ന ഈ ഇൻഫെക്ഷൻസ്, ഇതിൽ നിന്ന് പകരുന്ന ഇൻഫെക്ഷൻസിനെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങളെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്തൊക്കെ പറ്റും, ആ ഒരു പേഷ്യന്റിന്റെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അനുഭവങ്ങളെ, നല്ല രീതിയിലുള്ള നല്ല അനുഭവങ്ങളെ കൂട്ടാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ആ ഒരു പോയിന്റ് പറയുന്നത് എന്താണെന്ന്? ഇറ്റ് ഈസ് നെസസിറ്റി ടു ഹാവ് ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ടറി അല്ലെ. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയുള്ളതായിരിക്കണം? വളരെ ക്ലീൻ ആയിരിക്കണം, അതുപോലെ ഹൈജീനിക് ആയിരിക്കണം, വൃത്തിയുള്ളതും അതുപോലെ തന്നെ ശുചിത്വവും പാലിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാനായിട്ട്. വിച്ച് വുഡ് മേക്ക് ഷുവർ സേഫ് എൻവയോൺമെന്റ് ഫോർ പേഷ്യൻസ് ആൻഡ് പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സേഫ് ആയ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ള ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെയുള്ള പേഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്കൊരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസിന്റെ സ്പ്രെഡ് ആവുന്നതിനെ, അതിനെ പകരുന്നതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? എന്തൊക്കെയാണ് പറഞ്ഞത്? ആ ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു അവിടെ വരുന്ന പേഷ്യൻസില് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അവരുടെ നല്ല അനുഭവങ്ങളെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന, അവർ പകർന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻസിന്റെ ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് പറഞ്ഞാ ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും വളരെ ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിരിക്കണം, വളരെ വൃത്തിയുള്ളതും അതുപോലെ ശുചിത്വമൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം അവിടെ ഓരോ മെറ്റീരിയൽസിനെയും പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട്. അതുവഴി നമുക്ക് ആ പേഷ്യൻസിന് ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ആവുന്നതിൽ പകരുന്നതിനെ തടയാനായിട്ട് സാധിക്കും. ഇനി പ്രധാനമായിട്ടും സഹായിക്കുന്ന 3 പോയിന്റ്സ് നമ്മൾ പറയുന്ന 4 പോയിന്റ്സ് പറയുന്നുണ്ട്. അതായത് ലോണ്ടറി സർവീസ് ഹെൽപ്പ് ചെയ്യുന്ന 4 പോയിന്റ്സ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ ഇല്ലേ, നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ കാര്യം തന്നെയാണ്. എന്താണ് അവിടെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്താണ് അണുബാധയെ തടയുന്നു, എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ പകരുന്നതിനെ തടയുന്നു. ഒന്നാമത്തെ കാര്യം, പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഒരു ലോണ്ടറി സർവീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇൻഫെക്ഷൻസ് പകരുന്നതിനെ തടയാനായിട്ട് സാധിക്കും. അതാണ് പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിയേ, പേഷ്യൻസ് കംഫോർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായിട്ട് വന്നാല് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒന്നും അങ്ങനെ ഇതിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ കംഫോർട്ടും അതുപോലെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തിയും കൂട്ടാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് എസ്തെറ്റിക് വാല്യൂ. എന്താണ് എസ്തെറ്റിക് വാല്യൂ? കേട്ടിട്ടുണ്ടോ ഒരു വേർഡ് എസ്തെറ്റിക് വാല്യൂ? എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും എസ്തെറ്റിക് വാല്യൂ? ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടല്ല. എങ്ങനെയാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക എസ്തെറ്റിക് വാല്യൂ? കേട്ടിട്ടേ ഇല്ല? ആരും കേട്ടിട്ടില്ല എസ്തെറ്റിക് വാല്യൂ? ഇല്ല, ആരും കേട്ടിട്ടില്ല. ഓക്കെ, എസ്തെറ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സൗന്ദര്യാത്മക മൂല്യം. ഓക്കെ, അപ്പൊ ഇവിടെ സൗന്ദര്യവും അല്ലെങ്കിൽ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ നമ്മുടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് സൗന്ദര്യാത്മക മൂല്യം എന്താണ് എന്റെ മലയാളം? അപ്പൊ അവിടെ എന്താണ് നമ്മുടെ ആ ഒരു എസ്തെറ്റിക് വാല്യൂ ഇവിടെ എന്താണ് പ്രത്യേകത? എന്തുമായി ബന്ധപ്പെട്ട്? വസ്ത്രങ്ങൾ അല്ലെ. അതായത് ഈ ഒരു ലോണ്ടറി സർവീസ് അല്ലെങ്കിൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന വസ്ത്രങ്ങളിലെ ഈ സൗന്ദര്യം. അപ്പൊ എന്താണ് വസ്ത്രങ്ങൾ ഇപ്പൊ അത് നല്ല രീതിയിൽ നല്ല പ്രോപ്പർ ആയിട്ടാണ് അവിടെ വളരെ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? അത് ആ ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ഇമേജ് കൂട്ടും അല്ലെ. ആ ഒരു അതുപോലെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്നത് മാത്രമല്ല, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കർട്ടൻസ് ആയിക്കോട്ടെ, അതുപോലെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ് സ്ക്രീനുകളായിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ, ഡോക്ടേഴ്സിന് കോട്ടുകളോ, അങ്ങനെ എല്ലാം എന്താണ് നല്ല പ്രോപ്പർ ആയിട്ട് പ്രോസസ് ചെയ്ത് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് എന്താണ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സൗന്ദര്യം തോന്നും അല്ലെ. അതായത് ഒരു അട്രാക്ഷൻ, അത് വെരി ഗുഡ്, അട്രാക്ഷൻ തോന്നും അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടം തോന്നും. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആണ്, ആ ഹോസ്പിറ്റലിനോട് തന്നെ നമുക്കൊരു സൗന്ദര്യം തോന്നും അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നൂലേ ആ ഒരു വളരെ നീറ്റ് ആയിട്ടൊക്കെ കിടക്കണതാകുമ്പോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എസ്തെറ്റിക് വാല്യൂ
ആളുകളിൽ ഉണ്ടാവാനായിട്ട്. ഞാൻ നോക്കി പോസിറ്റീവ് പബ്ലിക് ഇമേജ് അല്ലെ. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ പൊതുജനങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് അല്ലെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചിത്രം അവർക്ക് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ നാല് പ്രധാന ഹെൽപ്പിംഗ് പോയിന്റ്സ് എന്തൊക്കെയാണ് പറഞ്ഞത് ലോണ്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്നാമതായിട്ട് പറഞ്ഞത് ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യുക അല്ലെ, ഇൻഫെക്ഷൻസിനെ എന്താണ് അതിന്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ അത് പകരുന്നതിനെ തടയുന്നു. രണ്ടാമതായിട്ട് അവിടെ എന്താണ് പേഷ്യൻസിന്റെ കംഫർട്ടും സാറ്റിസ്ഫാക്ഷനും അവരുടെ ആ ഒരു സംതൃപ്തിയൊക്കെ നിലനിർത്താനായിട്ട് കൂട്ടാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് എസ്തെറ്റിക് വാല്യൂ അല്ലെ, ബെറ്റർ ആൻഡ് ഗുഡ് ലുക്കിംഗ് ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ഇപ്പൊ ഇവിടെ വരുന്ന ആ പ്രോസസ് ചെയ്ത് ക്ലോത്തുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിനെ ഉൾപ്പെടെ അല്ലെ, ആ പേഷ്യൻസിനായിക്കോട്ടെ അവിടെയുള്ള സ്റ്റാഫുകളായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ മൊത്തത്തിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് തോന്നുമ്പോൾ എന്താണ് നമുക്കൊരു ബെറ്റർ ആയിട്ട് വളരെ നല്ല ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നും അല്ലെ. അതാണ് ഒരു എസ്തെറ്റിക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയ പോസിറ്റീവ് ആയിട്ടുള്ള പബ്ലിക് ഇമേജ് അല്ലെ, അതായത് പേഷ്യൻസ് അവിടെ വരുന്ന ഓരോ പൊതുജനങ്ങൾക്കും ആ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയുള്ളതാണ്, വളരെ നീറ്റാണ് ക്ലീൻ ആയിട്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നതെങ്കിൽ അവർക്ക് അതുമായി ഇൻഫെക്ഷൻസ് കാര്യങ്ങളും ഉണ്ടാകുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പിന്നീട് പോകാനായിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതി ആയിരിക്കും ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റി ആലോചിക്കുമ്പോൾ. നമ്മൾ എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലിൽ തന്നെ ഇനിയും പോവാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നില്ലേ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു ലോണ്ടറി സർവീസുകൾ വഴി സാധിക്കുന്നു. ഇത്രയും ക്ലിയർ ആയോ? ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ ഹോസ്പിറ്റൽ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്ലാനിംഗ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് റിലയൻസ് ഓൺ. ഇനി ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഹോസ്പിറ്റലിന്റെ സൈസ് ആണ്, സൈസ് ഓഫ് ദി ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ച്, അതുപോലെ കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ തരം അനുസരിച്ച്, അതുപോലെ അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ്, അതായത് സമീപ പ്രദേശങ്ങളില് എന്തെങ്കിലും ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് അവൈലബിൾ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. അതുപോലെ വെതർ കണ്ടീഷൻസ്, കാലാവസ്ഥകൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ടൈപ്പ് ഓഫ് ക്ലൈന്റിലെ, എന്താണ് ക്ലൈന്റിലെ എന്ന് പറയുന്നത്? എന്താണ്? ഉപഭോക്താക്കളുടെ തരം എന്നാണ് അതിന്റെ മീനിങ്. ഉപഭോക്താക്കളുടെ തരം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഹോസ്പിറ്റൽ ആൻഡ് ലിനൻ ലോണ്ടറി സർവീസസ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ? സൈസ് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ വലിപ്പം നോക്കണം, അതുപോലെ ഹോസ്പിറ്റലിന്റെ തരം എന്താണെന്ന് നോക്കണം, അതുപോലെ അഡ്ജോയിനിങ് ഏരിയ സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ലഭ്യമാണോ എന്നുള്ളത് നോക്കണം. അതുപോലെ വെതർ കണ്ടീഷൻസ്, കാലാവസ്ഥകൾ നോക്കണം. ദെൻ ടൈപ്പ് ഓഫ് ക്ലൈന്റിലെ, എന്താണ് ഉപഭോക്താക്കളുടെ തരവും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ഹോസ്പിറ്റലില് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ്. എന്താണ് മെക്കനൈസ്ഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? മെഷീൻസ്, വെരി ഗുഡ്, മെഷീൻസ് ആണ് അല്ലെ. മെഷീൻസ് ഉപയോഗിച്ചിട്ട് യന്ത്രവൽകൃതമായിട്ടുള്ള ഒരു അലക്കുശാലകൾ അല്ലെങ്കിൽ അലക്കു സേവനങ്ങള് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ വാഷിംഗ് ഓഫ് ലിനൻ അല്ലെ. നമ്മുടെ തുണികള് വാഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കഴുകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മെഷീൻസ് അല്ലെങ്കിൽ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ലോണ്ടറി സർവീസ് ആണ്. മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സേവനങ്ങളാണ്. ഇപ്പൊ നമുക്കാണെങ്കിലും തോന്നിയിട്ടില്ലേ, നമ്മുടെ വീടുകളില് എന്താണ് നമ്മൾ കല്ലുമിട്ട് അലക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് വാഷിംഗ് മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് അലക്കുന്നതാണ് നമുക്ക് കൂടുതലും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. എന്താണ്, എങ്ങനെയാണ് കൂടുതലായിട്ടും കംഫർട്ടബിൾ? ഏതാണ്? മെഷീൻ വാഷ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്, നമുക്ക് കുറച്ചും കൂടി എന്താണ് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെയാണ് അതിന് പ്രധാനമായിട്ടും വരുന്നത്? നമുക്ക് കുറച്ചും കൂടി എന്താ സൗകര്യപ്രദമാണ് അല്ലെ. നമ്മൾ ഒത്തിരി എഫേർട്ട് ഒന്നും എടുക്കണ്ട, അതുപോലെ സമയം കൺസ്യൂം ചെയ്യാം, അതുപോലെ എന്താണ് നമുക്ക് ഒത്തിരി സമയം എടുക്കും, അതുപോലെ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഈ ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഇങ്ങനെയുള്ള മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള ക്ലീനിങ് ആണ് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത് ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഓൺലി കൺവീനിയന്റ്, ഇതെന്താണ്
ബട്ട് സേഫ്. എന്താണ് ഇത്? സൗകര്യപ്രദം മാത്രമല്ല, എന്താണ്? സേഫ് ആണ്, സുരക്ഷിതത്വം ഉണ്ടാവും. അതുപോലെ ഡിപ്പെൻഡബിൾ ആണ്, വിശ്വസനീയമാണ്. ആൻഡ് ചീപ്പർ ആണ്, അല്ലെ? മറ്റ് മെത്തേഡുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വഴി എന്താണ്? കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി സൗകര്യപ്രദമാണ്, സേഫ് ആണ്, അതുപോലെ വിശ്വസനീയവും ചീപ്പറുമാണ്. ഇങ്ങനെയുള്ളത് മെഷീൻസ് ഉപയോഗിച്ചുള്ള ഇങ്ങനെയുള്ള വാഷിങ്ങുകൾ. ഇത്രയും ഒന്ന് വേഗം വായിച്ചു നോക്കി, വേഗം വായിച്ചു നോക്കി. നമുക്ക് ഇത്രയും വരെയും പറഞ്ഞ് നിർത്തിയാൽ മതി കേട്ടോ. വേഗം വായിച്ചിട്ട് ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ചോദിച്ചേ. ക്ലിയർ ആയോ? ഇന്നത്തെ പോർഷൻസ് ഒക്കെ ക്ലിയർ ആയിരുന്നോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ചിന്തിച്ചാൽ മതി അല്ലെ? നമ്മൾ വീടുകളിൽ വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, അപ്പൊ അതേപോലെ തന്നെയുള്ള പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. കേട്ടോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് എവിടെ വരെ എടുത്തത്? നമ്മളിപ്പോ ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ വരെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ വരെയാണ് നമ്മൾ എടുത്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഔട്ട്സോഴ്സ്, ചൂസിങ് ഓഫ് ടു ഔട്ട്സോഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇത്രയും കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും വായിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടേ ഞാൻ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ആരും റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. ഓക്കെ, അപ്പൊ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ നിങ്ങളുടെ ഇങ്ങനെയുള്ള പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ മാർക്കുകൾ ടീച്ചേഴ്സ് ആണ് ഇടുന്നത്. അപ്പൊ ഇന്റേണൽ മാർക്കുകൾ ഇടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു ക്ലാസ്സിൽ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പലരും ഓൺലൈൻ ഉണ്ടാവും, പക്ഷെ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇന്റേണൽ മാർക്കിൽ അങ്ങനെയുള്ള റെസ്പോണ്ട് ചെയ്യാത്തവരാകുമ്പോൾ നമുക്ക് ഈ ഒരു കുട്ടി ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ എന്ന് തന്നെ ഒരു ഡൗട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ക്ലാസ്സുകൾ, എല്ലാ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സുകൾ കുറച്ചുകൂടി നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഇതുപോലെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കും കുറച്ചും കൂടി എന്താണ് നിങ്ങളെല്ലാവരുടെയും പരിചയപ്പെടാനും പറ്റും. അതുപോലെ നിങ്ങൾക്കുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാറില്ല. നിങ്ങൾ ഈ പഠിപ്പിക്കുന്നത് മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നേരിട്ട് കാണുന്നില്ല എങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് മാത്രമേ ആകെ ലാസ്റ്റ് ഒരു 10 മിനിറ്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നുള്ളൂ. ആ 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നതാണ്. അപ്പൊ ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യണം. കുറച്ച് പേര് മാത്രം ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു. കുറച്ച് പേര് എന്താണ് അവർ ജസ്റ്റ് ഉണ്ടോ എന്ന് മാത്രമേ നമുക്ക് ആ ഒരു പേര് മാത്രമേ ഇവിടെ കാണുന്നുണ്ടാവും. വിളിച്ചാൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യില്ല. ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കയറി വേറെ എന്തെങ്കിലും ഡ്യൂട്ടീസ് ചെയ്യുന്നവരായിരിക്കാം, അവരെല്ലാം ഉദ്ദേശിക്കുന്നത്. എന്നാൽ അല്ലാതെ ഓൾറെഡി ഈ ഒരു ക്ലാസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്ത് നല്ല ക്ലാസ്സിൽ ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഇന്റേണൽ മാർക്കുകൾ പോലെയുള്ളതൊക്കെ ഇടുന്നത്. അപ്പൊ അതുകൂടി കുറച്ചൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.